എല്ലാവരും ഞാൻ പറയുമ്പോൾ തന്നെ പഠിക്കുമല്ലോ. സോ നമുക്കിന്ന് നോക്കാം ഇൻ ദ ബ്ലഡിന്റെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. സ്റ്റാർട്ടിങ് ആണ്, ഒരു തുടക്കമാണ്. നന്നായി പഠിക്കുക. ചോദ്യങ്ങൾ ഇവിടെ തന്നെ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അത് ഞാൻ ഗ്യാരണ്ടി തരെയാണ്. ഒരു വാക്കാണ് റെക്കോർഡിംഗ് അല്ലേ, റെക്കോർഡിംഗ് അല്ലേ ക്ലാസ്. ആഫ്റ്റർ ദ എക്സാം കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നിന്ന് ചോദ്യം ഉണ്ടാവുമെന്ന്. ആഫ്റ്റർ ദ എക്സാം കഴിയുമ്പോൾ മനസ്സിലാവും. അന്ന് ഈ റെക്കോർഡ് ഓപ്പൺ ചെയ്ത് നോക്കുക. ചോദ്യങ്ങൾ ഇവിടെ തന്നെ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. സ്റ്റാർട്ട് ചെയ്യാം. എന്താ ഇത് ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം അറിയേണ്ട കാര്യം, ഇത് ബ്ലഡ് എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ കേൾക്കുന്ന പേരാണ്. ഇത് ബ്ലഡ് ബ്ലഡ്. ഒരു ദിവസം ഒരു 10 വർഷം കേൾക്കാറില്ലേ? ഇത് ജോലി ചെയ്യുന്ന സമയത്ത് മിനിമം 10 പ്രാവശ്യം കേൾക്കാറില്ലേ ഇത് ബ്ലഡ് എന്ന്? കേൾക്കാറില്ലേ? കേൾക്കാറില്ലേ? കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ടോ? ഒരു ദിവസം ഉണ്ട് കേൾക്കാറുണ്ട്. ആ പറഞ്ഞ ബ്ലഡ് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണോ? ആ പറയുന്ന ബ്ലഡ് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണോ? ആണോ? അത് എന്ത് കണക്റ്റീവ് ടിഷ്യൂ ആ? ആ പറയുന്നത് ബ്ലഡ് എന്ത് തരം കണക്റ്റീവ് ടിഷ്യൂ ആ? ആർക്ക് പറയാം? ഇറ്റ്സ് ദ ലിക്വിഡ് കണക്റ്റീവ് ടിഷ്യൂ അല്ലേ? ഇത് ബ്ലഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തരത്തിലുള്ള കണക്റ്റീവ് ടിഷ്യൂ ആ? ദ ലിക്വിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. മറക്കരുത്. ഈ ചോദ്യം പ്രീവിയസ് ചോദ്യമാണ്. ഇത് ബ്ലഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലിക്വിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണെന്ന കാര്യം ഒരിക്കലും മറക്കരുത്. ഈ പറഞ്ഞ ബ്ലഡിനെ നമ്മൾ പറയുന്ന വേറെ 2 പേരുണ്ട്. ആർക്ക് പറയാം? ഈ പറഞ്ഞ ബ്ലഡിനെ നമ്മൾ വിളിക്കുന്ന വേറെ 2 പേരുണ്ട്. ഇത് പ്രീവിയസ് ചോദ്യമാണ്. ഇറ്റ്സ് ആൾസോ നോൺ as എന്തെന്നറിയപ്പെടുന്നുണ്ട്. ആൾസോ നോൺ as എന്തെന്നറിയുന്നുണ്ട്. ആർക്ക് പറയാം? ഈ പറഞ്ഞ ബ്ലഡ് നമ്മൾ അറിയപ്പെടുന്ന വേറെ 2 പേരുണ്ട്. ആൾസോ നോൺ as ദ ഫ്ലൂയിഡ് ഓഫ് ലൈഫ് എന്നറിയാറുണ്ടോ? ദ ഫ്ലൂയിഡ് ഓഫ് ലൈഫ് എന്നോ ഓർ ദ ഫ്ലൂയിഡ് ഓഫ് ഗ്രോത്ത് എന്നോ അറിയാറുണ്ടോ? ഉണ്ടോ? എവിടെ കേട്ടുണ്ടോ? ഇത് പ്രീവിയസ് ചോദ്യമാണ്. നമ്മൾ ആരെയാണ് ഇൻ ദ ഫ്ലൂയിഡ് ഓഫ് ലൈഫ് എന്ന് വിളിക്കുന്നത്? ആരെയാണ് ഫ്ലൂയിഡ് ഓഫ് ലൈഫ് എന്ന് വിളിക്കുന്നതെന്ന് പ്രീവിയസ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആരെയാ? ബ്ലഡ് ആണ്. അതുപോലെ തന്നെ ദ ഫ്ലൂയിഡ് ഓഫ് ദ ഗ്രോത്ത് എന്ന് പറയുന്ന ആരാ? അതുപോലെ തന്നെ ദ ഫ്ലൂയിഡ് ഓഫ് ദ ഗ്രോത്ത് എന്ന് പറയുന്ന ആരാ? അതും ബ്ലഡ് അല്ലേ? അപ്പോൾ ഇൻ ദ ഫ്ലൂയിഡ് ഓഫ് ലൈഫ് എന്നോ അല്ലെങ്കിൽ ദ ഫ്ലൂയിഡ് ഓഫ് ഗ്രോത്ത് എന്നോ ഓർ ദ ഫ്ലൂയിഡ് ഓഫ് ഹെൽത്ത് എന്നോ ചോദിച്ചാൽ 3 പേരുകൾ, ദ ഫ്ലൂയിഡ് ഓഫ് ദ ഗ്രോത്ത് എന്നോ ഓർ ദ ഫ്ലൂയിഡ് ഓഫ് ലൈഫ് എന്നോ ഓർ ദ ഫ്ലൂയിഡ് ഓഫ് ദ ഹെൽത്ത് എന്നോ ചോദിച്ചാൽ ആരാ? ദ ബ്ലഡ് ആണല്ലേ? അല്ലേ? ദ ബ്ലഡ് അല്ലേ? അല്ലേ? യെസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് ഈ പറഞ്ഞ ബ്ലഡിന്റെ ഇത് കോമ്പോസിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. കോമ്പോസിഷനെ കുറിച്ച് പഠിക്കണം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എല്ലാ എക്സാംസിനും സ്ഥിരം കാണുന്ന ചോദ്യമാണ് ദ പി എച്ച് ഓഫ് ബ്ലഡ് എത്രയാ? എപ്പോഴും കാണുന്ന ഒരു ചോദ്യമാണ് ഇൻ ദ പി എച്ച് ഓഫ് ബ്ലഡ് എത്രയാ? ഈ ചോദ്യം കാണാത്തത് ആൾക്കാർ കാണില്ല അല്ലേ? ഈ ചോദ്യം കാണാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. ശരിയല്ലേ? എക്സാംസിന് ഈ ഒരു ചോദ്യം കാണാത്ത ആൾക്കാർ വളരെ കുറവാണ്. ഇല്ല 7.35 to 7.45 ആണോ? 7.35 തൊട്ട് 7.45 ആണോ? ആണോ? പറയും. ആണ്. അപ്പൊ ഇതല്ല, ഞാൻ 2 ചോദ്യം ചോദിക്കട്ടെ. ഇതല്ലാതെ അപ്പൊ നമുക്ക് ഇത് പഠിക്കുമ്പോൾ ഇതുമായിട്ട് ഇത് കണക്ട് ചെയ്ത് വേറെ കുറച്ച് കാര്യം കൂടെ ഇപ്പൊ പറയാനുണ്ട്. എപ്പോഴും ഒരു എക്സാം എടുക്കുമ്പോൾ, ഒരു സ്റ്റാഫ് നേഴ്സ് എക്സാം എടുക്കുമ്പോൾ എപ്പോഴും ഇന്ന പി എച്ച് എന്നൊരു ചോദ്യം ചോദിക്കാറില്ലേ? ഇന്ന പി എച്ചിൽ നിന്നൊരു ചോദ്യം ചോദിക്കാറുണ്ടോ? സ്ഥിരം ക്വസ്റ്റ്യൻ ബ്ലഡ് ആണെങ്കിലും, സ്ഥിരം ചോദ്യം ബ്ലഡ് ആണെങ്കിലും നമുക്ക് ആ സെക്രീഷന്റെ കാര്യം അറിയണ്ടേ? അപ്പൊ ഇത് ബ്ലഡിന്റെ പി എച്ച് 7.35 to 7.45 ആണെങ്കിൽ ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ പി എച്ച് എത്രയാ? ഞാൻ ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. അവിടെ ഇവിടെ പഠിക്കുന്ന കാര്യം ഒരുമിച്ച് പറഞ്ഞുതരാം. അവിടെയും ഇവിടെയും പലയിടത്തും പഠിക്കുന്ന കാര്യം ഒരുമിച്ച് പറഞ്ഞുതരാം. ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ പി എച്ച് എത്രയാ? അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ?
ഇറ്റ്സ് 1.5 തൊട്ട് 3 വരെയാണ്. 1.5 മുതൽ 3 വരെയാണെങ്കിൽ എന്താണ് അസിഡിക് അല്ലേ? 1.5 മുതൽ 3 വരെയാണ് എന്താണ് ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ pH. ഇപ്പൊ തന്നെ പഠിച്ചത്, നമുക്കിത് പിന്നെ നാളെ നീ പഠിക്കാൻ നിൽക്കണ്ട, ശരിയല്ലേ? സമയം വളരെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും ഒരുമിച്ച് പഠിക്കേണ്ടി വരും. ഇന്ന് pH ഓഫ് സെക്രീഷൻ ഈ പറഞ്ഞപ്പോ ബ്ലഡ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു തരികയാണ്, ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ pH എത്രയാ? 1.5 തൊട്ട് 3 വരെയല്ലേ? 3 വരെയല്ലേ? അപ്പോൾ അടുത്ത ചോദ്യം, ഇത് വജീനൽ ഫ്ലൂയിഡിന്റെ pH എത്രയാ? വജീനൽ ഫ്ലൂയിഡ് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ? പറഞ്ഞു. വജീനൽ ഫ്ലൂയിഡ് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ? അസിഡിക്. അപ്പൊ എത്രയായിരിക്കും? ഇത് 3.5 തൊട്ട് 4.5 വരെയാണ്. 3.5 തൊട്ട് 4.5 വരെയാണ് എന്ന് പറയുന്നത് വജീനൽ ഫ്ലൂയിഡിന്റെ pH. 3.5 തൊട്ട് 4.5 വരെയാണ് വജീനൽ ഫ്ലൂയിഡിന്റെ pH. വീണ്ടും നാലാമത്തെ ചോദ്യം കാണുന്നുണ്ടോ? നമ്മൾ ഇന്ന് ബ്ലഡിന്റെ pH പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ pHും പറയാണ്. ഇത് CSFന്റെ pH എത്രയാ? CSF സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിന്റെ pH എത്രയാണ്? 7.4 അല്ലേ? 7.4 ആണ്. മറക്കടി ചോദിക്കും, 7.4 ആണ് ഇത് CSFന്റെ pH എന്ന് പറയുന്നത്. യെസ്. അത് സലൈവയുടെ pH എത്ര? സലൈവ 6.35 തൊട്ട് 6.35 തൊട്ട് 6.85 അല്ലേ? 6.35 തൊട്ട് 6.85 അല്ലേ? 6.35 തൊട്ട് 6.85 വരെ സലൈവയുടെ pH. അന്ത് സെമന്റെ ആണ്. അന്ത് സെമൻ അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ? സെമൻ അസിഡിക് ഓർ ആൽക്കലൈൻ? ഒരു 7.2 തൊട്ട് 7.6 എന്ന് പറയുമ്പോൾ അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ? 7.2 തൊട്ട് 7.6 എന്ന് പറയുമ്പോൾ 7.2 തൊട്ട് 7.6 എന്ന് പറയുമ്പോൾ ആൽക്കലൈൻ. അന്ത് പാൻക്രിയാറ്റിക് ജ്യൂസ് എത്ര pH? അന്ത് പാൻക്രിയാറ്റിക് ജ്യൂസ് എത്ര pH? അത് 7.1 തൊട്ട് 8.2. 7.1 തൊട്ട് 8.2 ആണ് പാൻക്രിയാറ്റിക് ജ്യൂസിന്റെ pH. ഇത്രയും സമയം പറഞ്ഞ എല്ലാ pH ഓർമ്മയുണ്ടോ? ഇത്രയും സമയം പറഞ്ഞ എല്ലാ pHന്റെ ഓർമ്മയുണ്ടോ അവർക്ക് എല്ലാവർക്കും? അതൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. നിങ്ങൾ ഈ കഴിഞ്ഞ എക്സാമിന്, ഈ കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തിനകത്ത് എഴുതിയൊരു എക്സാമിന് ഏതോ ഒരു pH 7 എന്ന് പഠിച്ചു ആരാ? 7 എന്ന pH ആർക്കുള്ളത്? ഇവിടെ വേറെ 7, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, വേറെ 7 എന്ന് പറയുന്ന pH ആർക്കുള്ളത്? ഏതോ പ്രീവിയസ് ചോദ്യമുണ്ട്. ഈ ചോദ്യം കണ്ടിട്ടുണ്ടെങ്കിലും ഇൻ ദ വാട്ടർ, അത് വെറും വാട്ടർ അല്ല. എന്ത് വാട്ടറാ? ഇൻ ദ ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ pH എത്രയല്ലേ? ഇൻ ദ ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ pH. ഈ ചോദ്യം എക്സാം കണ്ടിട്ടുണ്ടോ? ഈ ചോദ്യം എക്സാമിന് കണ്ടിട്ടുണ്ടോ? ഈ ചോദ്യം ഉണ്ടോ? ഏത് എക്സാമിന് കണ്ടിട്ടുള്ളത്? ഏത് എക്സാമിടെ? 7 എന്ന കാര്യം, ഇൻ ദ ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ pH 7 എന്നൊരു എക്സാമിന് ഉണ്ടായിരുന്നു. പ്രീവിയസ് എക്സാമിന് ഉണ്ടായിരുന്നു. ഇൻ ദ DHS അല്ലേ? അല്ല, ഇത് DHS അല്ലേ? DHS എക്സാം അല്ലേ? DHS എക്സാം എഴുതിയപ്പോ അവിടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇൻ ദ ഡിസ്റ്റിൽഡ് വാട്ടറിന്റെ pH എത്രയാ? 7. മറക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ പറയുന്ന ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇന്ന് ബ്ലഡ് ആണ് തുടങ്ങി വെച്ചത്. അവിടെ എന്തൊരു വാക്ക് വന്നു? ഇൻ ദ pH എന്ന വാക്ക് വന്നു. അതുകൊണ്ടാണ് ഞാൻ എല്ലാ pHും പറഞ്ഞു വന്നു. ഒന്നുകൂടെ പറയട്ടെ, ഒന്ന് എഴുതണ്ട, എല്ലാ നോട്ടും തരും, പറഞ്ഞ നോട്ടും തരും, പറയാൻ പോകുന്ന തരും. ഓക്കെ, ഫസ്റ്റ് ഈ പറഞ്ഞ ബ്ലഡ് എന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞു? അതൊരു ലിക്വിഡ് കണക്ടിവിറ്റി ഇഷ്യൂ എന്ന് പറഞ്ഞു. ഇനി എന്റെ pH പറഞ്ഞപ്പോൾ ഇന്ന് 7.35 to 7.45 എന്ന് പറഞ്ഞു. അതുമായി ഇത് കണക്ട് ചെയ്ത് കൊണ്ടാണ് ബാക്കിയുള്ള pHകൾ ഞാൻ പറഞ്ഞത്. ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ pH എത്രയാ? ഓർമ്മ വേണം. റേഞ്ച് ഗ്യാസ്ട്രിക് ജ്യൂസ് എത്രയാ? ഗ്യാസ്ട്രിക് ജ്യൂസ് 1.5 തൊട്ട് 3 വരെ. അന്ത വജീനൽ ഫ്ലൂയിഡ് എത്രയാ? 3.5 തൊട്ട് 4.5 വരെ.
ആൻഡ് 7.4 എന്ന് പറയുന്ന പി എച്ച് ആർക്കുണ്ട്? CSF അല്ലേ? ഉണ്ടല്ലേ? ആൻഡ് 7.2 തൊട്ട് 7.6 ആർക്കുണ്ട്? സെമനുണ്ട്. ആൻഡ് 7 മാത്രം ആർക്കുണ്ട്? ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ട്. ഉണ്ട്. ആൻഡ് 3.5 തൊട്ട് 4.5 ആർക്കുണ്ട്? വജൈൻ ഫ്ലൂയിഡ് ഉണ്ട്. ഇനി ഞാൻ പറയാത്തൊരു പി എച്ച് ഉണ്ട്, എന്നറിയാമോ? ബൈലിന്റെ പി എച്ച് എത്രയാ? ബൈൽ 7.6 തൊട്ട് 8.6. 7.6 തൊട്ട് 8.6 ആണ് ഇത് ബൈലിന്റെ പി എച്ച്. ഓക്കെ, അപ്പൊ ഒരു ചോദ്യം കൂടെ ഉണ്ട് അവിടെ. ഒരു ചോദ്യം കൂടെ ഉണ്ട്. 7.6 തൊട്ട് 8.6 ഇത് ബൈലാവുമ്പോൾ ഇത് യൂറിന്റെ പി എച്ച് എത്രയാ? ഇത് യൂറിൻ അതും അറിയാം. ഇറ്റ് ഇസ് എത്ര? 4.6 തൊട്ട് 8 വരെ അല്ലേ? 4.6 തൊട്ട് 8. അതും പ്രീവിയസ് ചോദ്യമാണ്. ഇന്ന് യൂറിന്റെ പി എച്ചും പ്രീവിയസ് ചോദ്യമാണ്. കണ്ടിട്ടുണ്ടോ? ഇത് യൂറിന്റെ പി എച്ച് എക്സാം ചോദ്യം കണ്ടിട്ടുണ്ടായിരിക്കും. 4.6 തൊട്ട് 8 വരെയാണ്. എല്ലാ പി എച്ച് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? എസ് ഓർമ്മയുണ്ടോ? എക്സാമിൽ ചോദിക്കും. ഏറ്റവും അവസാനം പഠിക്കാൻ നിൽക്കരുത്. അവസാനം പഠിച്ച മറന്നു പോകും. അവസാനം പഠിച്ച എന്തായാലും മറന്നു പോകും. ഓക്കെ, മറന്നില്ല. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഓക്കെ. സോ നോക്കാം. പി എച്ച് പറഞ്ഞു, ബ്ലഡിന്റെ പി എച്ച് പറഞ്ഞു. അത് സ്ലൈഡ്ലി ആൽക്കലൈൻ എന്ന് പറഞ്ഞു അല്ലേ? സ്ലൈഡ്ലി ആൽക്കലൈൻ ആണെന്ന് പറഞ്ഞല്ലോ അല്ലേ? ഇനി അറിയേണ്ട കാര്യം, ഇതേ ബ്ലഡിന്റെ ടെമ്പറേച്ചർ എത്രയാ? ചോദ്യം വരുന്നൊരു ഭാഗം കൂടെയാണ്. ഇതേ ബ്ലഡിന്റെ ടെമ്പറേച്ചർ എത്രയായിരിക്കും? എത്ര ടെമ്പറേച്ചർ? ആലോചിച്ച് പറ. ടെമ്പറേച്ചർ ആലോചിച്ച് പറ. ടെമ്പറേച്ചർ എത്ര? ആലോചിച്ച് പറ. ടെമ്പറേച്ചർ എത്രയാ? ആലോചിച്ച്. ചോദ്യം വരുന്ന ഭാഗമാണ്. ഒരു ചോദ്യം വരുന്ന ഒന്നാണ് ഇൻ ദ ടെമ്പറേച്ചർ ഓഫ് ദ ബ്ലഡ്. എങ്ങനെയാ ഈ പറഞ്ഞ ബ്ലഡിന്റെ ടെമ്പറേച്ചർ നമ്മൾ എങ്ങനെയാ പറയുന്നത്? അതിനൊരു പേരുണ്ട്. എല്ലാവരും ഇത് കോർ ബോഡി ടെമ്പറേച്ചർ കേട്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ ബ്ലഡിന്റെ ടെമ്പറേച്ചർ നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാ? അതൊരു പേരുണ്ട്. ദ കോർ ബോഡി ടെമ്പറേച്ചർ കേട്ടിട്ട് എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ അറിയണം. ദ കോർ ബോഡി ടെമ്പറേച്ചർ, നോർമൽ കോർ ബോഡി ടെമ്പറേച്ചർ എത്രയാ? 38 ആണോ? 38 ആണോ? ഇത് സെൽഷ്യസിൽ 38 ആണോ? നമ്മുടെ എല്ലാവരുടെയും ബോഡിയുടെ കോർ ബോഡി ടെമ്പറേച്ചർ എത്രയാണ്? 38അല്ലേ? അപ്പൊ മറക്കരുത്, ഇത് ടെമ്പറേച്ചർ ബ്ലഡ് എന്ന് പറയുന്നത് ഇത് കോർ ബോഡി ടെമ്പറേച്ചർ തന്നെയാണ്. ഇത് ബോഡിക്കകത്തുള്ള ടെമ്പറേച്ചർ അല്ലേ? ഇത് ബോഡിക്കകത്തുള്ള ടെമ്പറേച്ചർ അല്ലേ? അല്ലേ? ഇത് ടെമ്പറേച്ചർ ബ്ലഡ് എന്ന് പറയുന്നത് നമ്മൾ ഇത് കോർ ബോഡി ടെമ്പറേച്ചർ വരുന്ന കാര്യമല്ലേ? ബോഡിക്കകത്തുള്ള ടെമ്പറേച്ചർ അല്ലേ? അതിനെ ഫാരൻഹീറ്റിൽ എങ്ങനെ പറയാം? ഇത് 38 ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റിൽ എങ്ങനെ കൺവേർട്ട് ചെയ്യും? 100.4 ആണോ? 100.4 ആണോ? 100.4 ആണോ? ആണ്. ഇത് നമ്മൾ എടുക്കുന്ന இந்த ഓറൽ ടെമ്പറേച്ചറിനെക്കാട്ടിലും കൂടുതലല്ലേ? നമ്മൾ എടുക്കുന്ന இந்த ഓറൽ ടെമ്പറേച്ചറിനെക്കാട്ടിലും കൂടുതലല്ലേ? ആണ്. അവിടെ എത്ര ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ? പ്രീവിയസ് ചോദ്യമാണ്. കറക്റ്റ് 1 ഡിഗ്രി സെൽഷ്യസ് ആണോ? 1 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടുതൽ? 1 ഡിഗ്രി സെൽഷ്യസ് ആണോ കൂടുതൽ അല്ലേ? இந்த ഓറൽ ടെമ്പറേച്ചറിനെക്കാട്ടിലും എപ്പോഴും இந்த കോർ ബോഡി ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിരിക്കും അല്ലെ? ഓറൽ ടെമ്പറേച്ചറിനെക്കാട്ടിലും എപ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് എന്ത് കൂടുതലാ? കോർ ബോഡി ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. മറക്കോ? ചോദ്യം വരും. இந்த ബ്ലഡിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓറൽ ടെമ്പറേച്ചറിനേക്കാൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കൂടുതലാ? പ്രീവിയസ് ചോദ്യം. இந்த ബ്ലഡിന്റെ ടെമ്പറേച്ചർ ഓറൽ ടെമ്പറേച്ചറിനെക്കാളും കമ്പയർ ചെയ്യുമ്പോൾ
എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടുതൽ? എത്ര? ഒന്നല്ലേ? അതല്ലേ ദ കോർ ബോഡി ടെമ്പറേച്ചർ? അതല്ലേ ദ കോർ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? യെസ് ഓർണോ? യെസ്. ഇനി അറിയേണ്ട കാര്യം, ടെമ്പറേച്ചർ പറഞ്ഞു. ദ ഹ്യൂമൻ ബോഡിയിൽ ടോട്ടൽ എത്ര ബ്ലഡ് വോളിയം ഉണ്ട്? അടുത്തറിയേണ്ട കാര്യം, ദ ഹ്യൂമൻ ബോഡിയിൽ ടോട്ടൽ എത്ര ബ്ലഡ് വോളിയം ഉണ്ട്? ദ ബ്ലഡ് വോളിയം എത്ര ഉണ്ടായിരിക്കും? അഡൽട്ട് ഇൻ ദ മെയിൽ. ആദ്യം അറിയേണ്ട കാര്യം, അഡൽട്ട് ഇൻ ദ മെയിൽ എത്രയാ? ഇൻ ദ മെയിൽ ആണെങ്കിൽ 5 മുതൽ 6 ലിറ്റർ അല്ലേ? ഇൻ ദ മെയിൽ ആണെങ്കിൽ 5 മുതൽ 6 ലിറ്റർ. ഇൻ ദ മെയിൽ ആണെങ്കിൽ 5 മുതൽ 6 ലിറ്ററും ഫീമെയിൽ ആണെങ്കിലോ 4 മുതൽ 5 അല്ലേ? ഫീമെയിൽ ആണെങ്കിൽ 4 മുതൽ 5. മറക്കരുത്. അഡൽട്ട് മെയിൽ ആണെങ്കിൽ 5 മുതൽ 6ഉം അഡൽട്ട് ഫീമെയിൽ ആണെങ്കിൽ 4 മുതൽ 5ഉം. ഇത് മറക്കോ? അങ്ങനെ ആവുമ്പോഴേ നമ്മുടെ ഇന്നത്തെ ബോഡി വെയിറ്റ് എത്ര പെർസെന്റേജാ? അങ്ങനെ വരുമ്പോഴേ എത്ര ലിറ്റർ വരുമ്പോഴേ നമ്മുടെ ടോട്ടൽ ബോഡി വെയിറ്റ് എത്ര ശതമാനം ഈ പറഞ്ഞ ബ്ലഡ് എന്ന് പറയുന്നത്? നമ്മുടെ എല്ലാവരുടെയും ടോട്ടൽ ബോഡി വെയിറ്റിന്റെ എത്ര ശതമാനമാണ് ഈ പറഞ്ഞ ബ്ലഡ് എന്ന് പറയുന്നത്? ഏകദേശം ഒരു 7 to 8% അല്ലേ? ടോട്ടൽ ബോഡി വെയിറ്റിന്റെ 7 മുതൽ 8% വരെ എന്തുണ്ട്? ബ്ലഡ് ഉണ്ട് അല്ലേ? ഒരു ടോട്ടൽ ബോഡി വെയിറ്റ് എടുക്കുമ്പോൾ 7 മുതൽ 8% വരെ ഈ പറഞ്ഞ ബ്ലഡ് ഉണ്ട്. ഇനി അങ്ങോട്ട് ചോദ്യമാണ്, ഇത് കുട്ടികൾ എത്രയുണ്ട്? അതേസമയം കുട്ടികളിൽ ഇന്ന് നിയോനേറ്റിൽ എത്ര ശതമാനം ബ്ലഡ്? അതേസമയം ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയിട്ട് ഇത് പീഡിയാട്രിക്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് ഉണ്ടല്ലോ. ഈ ക്വസ്റ്റ്യൻ ഇത് ബ്ലഡ് വോളിയം ഇൻ ദ ന്യൂ ബോൺ, ഈ ചോദ്യം ഇൻ ദ പീഡിയാട്രിക്കിൽ നിങ്ങൾ ഈ ചോദ്യം കണ്ടിട്ടുണ്ട്. എത്രയാണ്? കറക്റ്റ് എക്സാക്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓപ്ഷനകത്ത്. 80 ml ആണോ ഇത് ന്യൂ ബോണിൽ? ഇൻ ദ ന്യൂ ബോണിനകത്തുള്ള ടോട്ടൽ ബ്ലഡ് വോളിയം എത്രയായിരിക്കും? 80 ml per kg ആണോ? 80 ml per kg ബോഡി വെയിറ്റ് അല്ലേ? 80 ml per kg ബോഡി വെയിറ്റ്. ഓർമ്മയുണ്ടോ ഈ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ ഉണ്ട്, പ്രീവിയസ് ചോദ്യമാണ്. 80 ml per kg ആണ്. അവിടെ അതേ ചോദ്യം ഇത് എയിംസിനോ ജിഗ്മോറിനോ വന്നപ്പോൾ ചോദ്യം ഉണ്ടായിരുന്നു. ഇതേ ചോദ്യം കേരള PC ആണെങ്കിൽ ചോദിച്ചത് ഇത് ന്യൂ ബോണിന്റെ ഇന്ന് ടോട്ടൽ ബ്ലഡ് വോളിയം എത്രയും ചോദിച്ചു. അതേസമയം എയിംസിനോ ജിഗ്മോറിനോ ചോദ്യമാണ് ഒരു 3 kg ബോഡി വെയിറ്റുള്ള കുട്ടിക്ക് എത്ര ബ്ലഡ് വോളിയം കാണും? ആൻസർ മീ. ഒരു 3 കിലോ ഉള്ള കുട്ടിക്ക് എത്ര ബ്ലഡ് വോളിയം കാണും? അപ്രോക്സിമേറ്റ്ലി എത്ര കാണും? 3 കിലോയാണ് കുട്ടിയുടെ വെയിറ്റ് എങ്കിൽ ടോട്ടൽ ബ്ലഡ് വോളിയം എത്രയാ? 3 കിലോ ആണ്. 1 kg 80 ആണെങ്കിൽ 2 kg എത്രയാ? 1 kg 80 ആണെങ്കിൽ 2 ആകുമ്പോൾ 160 അല്ലേ? 160. അതിന്റെ 3 ആകുമ്പോഴോ 240 അല്ലേ? ചോദിച്ച ചോദ്യമാണ്, കേരള PC അല്ല. ഇത് എയിംസിനോ ജിഗ്മോറിനോ ചോദിച്ച ചോദ്യമാണ്. 1 kg 80 ml ആണെങ്കിൽ ഇത് 3 kg ഉള്ള കുട്ടിക്ക് എത്ര ബ്ലഡ് വോളിയം ഉണ്ട്? 1 kg 80, 2 ആണെങ്കിൽ 160, 3 ആണെങ്കിൽ 240 ml അല്ലേ? ml per kg. യെസ്, ഇത് ക്ലിയർ ആയോ? ഇനി അറിയേണ്ട കാര്യം ഇത്രയും പറഞ്ഞു. pH പറഞ്ഞു, എത്ര ലിറ്റർ ഉണ്ടെന്ന് പറഞ്ഞു, കുട്ടിയിൽ എത്ര ഉണ്ടെന്ന് പറഞ്ഞു. അറിയേണ്ട കാര്യം, നെക്സ്റ്റ് അറിയേണ്ട കാര്യം എന്തായിരിക്കും? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബ്ലഡ്. അടുത്തറിയേണ്ട കാര്യം, ഇതേ ബ്ലഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന ചോദ്യം വരാം. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബ്ലഡ് ചോദിക്കട്ടെ. സ്പെസിഫിക് ഗ്രാവിറ്റി എന്താ? സ്പെസിഫിക് ഗ്രാവിറ്റി പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു വാക്കാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി? അതാദ്യം പറയാം. ആർക്കറിയാം? പറയും. അതൊന്നും എഴുതണ്ട കേട്ടോ, ഒന്നും എഴുതണ്ട. ഞാൻ പറയുന്നത് വെച്ചാൽ കേട്ടിരിക്കുക. എന്താ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന ആ വാക്കിന്റെ അർത്ഥം എന്താ? ഗ്രാവിറ്റി എന്താ? സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രാവിറ്റിയോ? അതെന്ത് ഗ്രാവിറ്റിയാ? എപ്പോഴും കേൾക്കുന്ന വാക്കാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. എന്തായിരിക്കും ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി? എന്തായിരിക്കും മീനിങ് എന്താ? സിമ്പിളാ, വേറെ ഒന്നുമില്ല. 1 ലിറ്റർ വെള്ളം എടുക്കുക. 1 ലിറ്റർ വെള്ളവും അടുത്തൊരു കയ്യിൽ 1 ലിറ്റർ ബ്ലഡ് എടുക്കുക. 1 ലിറ്ററെ ആ രണ്ടിന്റെ വെയിറ്റ് ഒരുപോലെ ആയിരിക്കും?
ഒരു ലിറ്റർ വെള്ളവും ഒരു ലിറ്റർ ബ്ലഡിന്റെ വെയിറ്റും ഒരുപോലെയാണോ? ആണോ? അല്ല. അല്ല. എന്തുകൊണ്ടാ? അവിടെ ആർക്ക് വെള്ളം, അവിടെ ആർക്കാ വെയിറ്റ് കൂടുതലായിരിക്കും? ആർക്കാ വെയിറ്റ് കൂടി? ഒരു ലിറ്റർ വെള്ളവും ഒരു കുപ്പി എടുക്കുക, കുപ്പി എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളവും ഒരു ലിറ്റർ എന്താണ് ഇപ്പൊ ബ്ലഡും എടുക്കുമ്പോൾ രണ്ടിന്റെ വെയിറ്റ് ഒരുപോലെയാണോ? കാരണം എന്താ? അല്ല അല്ല എന്ന് പറയും. കാരണം എന്താ? ബ്ലഡിനകത്ത് കുറെ കോമ്പൗണ്ട്സ് ഉണ്ടോ? ബ്ലഡിനകത്ത് കുറെ കോമ്പൗണ്ട്സ് ഉണ്ടോ? 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 അപ്പൊ ബ്ലഡ് കുറച്ച് വെയിറ്റ് കൂടുതലായിരിക്കും അല്ലേ? അപ്പൊ ബ്ലഡ് കുറച്ച് വെയിറ്റ് കൂടുതലായിരിക്കും. അത് ചോദിക്കില്ല, എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ബ്ലഡ് കുറച്ച് വെയിറ്റ് കൂടുതലായിരിക്കും. എത്ര വെയിറ്റ് കൂടുതലായിരിക്കും ചോദിച്ചില്ലെങ്കിലും അറിഞ്ഞിരിക്കണം. ഏകദേശം ഒരു 0.52 ഗ്രാം, 0.52 ഗ്രാം വെയിറ്റ് ആർക്ക് കൂടുതല? ഇൻ ദ ബ്ലഡിന് കൂടുതലായിരിക്കും. കേൾക്കുന്നുണ്ടോ? ഒരു ലിറ്റർ വെള്ളവും ഒരു ലിറ്റർ ഈ പറഞ്ഞ ബ്ലഡും എടുക്കുമ്പോൾ ആർക്ക് വെയിറ്റ് കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡിന് വെയിറ്റ് കൂടുതൽ. കാരണം എന്താ? അതിനകത്ത് കുറെ കോമ്പൗണ്ട്സ് ഉണ്ട്. എത്ര വെയിറ്റ് കൂടുതലായിരിക്കും? 0.52 ഗ്രാം വെയിറ്റ് ബ്ലഡിന് എപ്പോഴും കൂടുതലാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒരു ലിറ്റർ ആണോ ഒരു kg ഒരുപോലെയാണോ? ഇവിടെ ഒരു ലിറ്റർ ആണോ കൂടുതൽ അതോ ഒരു kg ആണോ കൂടുതൽ? ചോദിക്കട്ടെ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. എപ്പോഴും സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ നിങ്ങൾ പറയുന്ന വാക്കാണ്, എപ്പോഴും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ പറയുന്ന വാക്കാണ്, ഒരു ലിറ്റർ ആണോ ഒരു kg ആണ് കൂടുതൽ? നിങ്ങൾ അനുഭവം കൊണ്ട് പറഞ്ഞേ, അനുഭവം കൊണ്ട് പറഞ്ഞേടെ. അനുഭവങ്ങൾ പാളിച്ചയായി പോകരുത്. ഒരു ലിറ്റർ ആണോ ഒരു kg കൂടുതൽ? അവിടെ ചോദ്യം ചോദിക്കട്ടെ. ഒരു kg വെളിച്ചെണ്ണയും ഒരു ലിറ്റർ വെളിച്ചെണ്ണയും ഒരുപോലെയാണോ? അവിടെ ചോദ്യം ചോദിക്കാം. ഒരു kg വെളിച്ചെണ്ണയും ഒരു ലിറ്റർ വെളിച്ചെണ്ണയും ഒരുപോലെയാണോ? ആർക്കാ വെയിറ്റ് കൂടുതലപ്പോ? ആർക്ക് കൂടുതലായിരിക്കും? ചുമ്മാ ചോദിക്കുക, പറഞ്ഞേ. ഒരു kg വെളിച്ചെണ്ണയും ഒരു ലിറ്റർ വെളിച്ചെണ്ണ പോലെയാണ്. kg കൂടുതൽ? kgക്കാണോ? kgക്കാണോ കൂടുതൽ? മറക്കരുത് കേട്ടോ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഒരു ലിറ്റർ വാട്ടർ എടുത്താലും ഒരു ലിറ്റർ ബ്ലഡ് എടുത്താലും ആർക്കാ വെയിറ്റ് കൂടുതൽ? ആർക്കാ വെയിറ്റ് കൂടുതൽ? ഒരു ലിറ്റർ വാട്ടറും ഒരു ലിറ്റർ ബ്ലഡ് എടുത്ത ആർക്ക് വെയിറ്റ് കൂടുതൽ? ബ്ലഡ് എത്ര കൂടുതല? 0.52 ഗ്രാം അല്ലേ? 52 ഗ്രാം. അതിനെ പറയുന്ന പേരെന്താ? അപ്പോൾ പറയുന്ന പേരെന്താ? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയാം അല്ലേ? അതിനെയല്ലേ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി സിമ്പിളാ മനസ്സിലായോ? സ്പെസിഫിക് ഗ്രാവിറ്റി സിമ്പിളാ മനസ്സിലായോ? ഇത് വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരെന്താ? നമ്മൾ എപ്പോഴും ഒരു സംഭവം എടുത്ത് ഇത് വാട്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ വാട്ടറിനേക്കാൾ വെയിറ്റ് കൂടിയാൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞൂടെ അല്ലെ? എന്തെങ്കിലും ഒരു സംഭവം എടുത്തിട്ട് ഇത് വാട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാട്ടറിനെക്കാട്ടിലും വെയിറ്റ് കൊടുത്തതെല്ലാം സ്പെസിഫിക് ഗ്രാവിറ്റി ആയിട്ടും സൂചിപ്പിക്കാം. ക്ലിയർ? അപ്പൊ അറിയണം ഇൻ ദ ബ്ലഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്ര? ബ്ലഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഇസ് 1.052 തൊട്ട് 1.062 തൊട്ട് വരെ അല്ലേ? 1.052 മുതൽ 1.062 വരെയാണ് എപ്പോഴും ഇൻ ദ ബ്ലഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. കേരള PSC പ്രീവിയസ് ചോദ്യമാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ബ്ലഡ് ചോദിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ടായിരിക്കും. കൃത്യമായി കൊടുക്കുന്ന ആൻസർ 1.052 കൃത്യമായി ഉണ്ടായിരുന്നു ഓപ്ഷനകത്ത്. 5.2 തൊട്ട് 6.2 വരെ അല്ലേ? അല്ലേ? മറക്കോ കാര്യം? അല്ലെ? ഇത് ഇൻ ദ ടോട്ടൽ ബ്ലഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലേ? 1.052 തൊട്ട് 1.062 എന്ന് പറയുമ്പോൾ ദ ടോട്ടൽ ബ്ലഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലേ? ആണോ? യെസ് ഓർ നോ? ദ ടോട്ടൽ ബ്ലഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലേ? ആണ്. ഇനി വേറെ ആരുടെയോ സ്പെസിഫിക് ഗ്രാവിറ്റി പഠിക്കണം. ഇത് പ്ലാസ്മയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി. പ്ലാസ്മ അത് കൂടുതൽ കുറവായിരിക്കും. ഇത് ടോട്ടൽ ബ്ലഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയെക്കാട്ടിലും പ്ലാസ്മയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എപ്പോഴും കൂടുതലാണോ കുറവാണോ? കുറവായിരിക്കും അല്ലേ? എത്രയായിരിക്കും? അത് കമ്പാരിറ്റീവ്ലി കുറവാ. എത്രയായിരിക്കും? 1.022 തൊട്ട് 1.026 വരെ. ഇതും ചോദിക്കും.
1.022 തൊട്ട് 1.026 വരെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് പ്ലാസ്മ എന്ന് പറയുന്നത്. ടോട്ടൽ ബ്ലഡിനെക്കാട്ടിൽ എപ്പോഴും പ്ലാസ്മയ്ക്ക് കുറവായിട്ട് വരുന്നത്. ഇനി വേറെ ആരുടെയോ ഗ്രാവിറ്റി അറിയണം. ഇനി മൂന്നാം ഒരാളുണ്ട്. ബ്ലഡിനകത്തുള്ള ബ്ലഡ് സെൽസിന്റെ ഗ്രാവിറ്റി ഉണ്ടോ? ബ്ലഡിനകത്ത് ബ്ലഡ് സെൽസിന്റെ ഗ്രാവിറ്റി ഉണ്ടോ? എത്രയടി? അത് കുറച്ച് കൂടുതല. 1.092 തൊട്ട് 1.101 അല്ലേ 1.101 വരെയാണ്. ഇത് കൂടുതലല്ലേ? യെസ്. അപ്പൊ ഇത്രയുമാണ് ബ്ലഡ് സെൽസിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇസ് എ ക്ലിയർ ഫോർ ആൾ? സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടിയോ? ബ്ലഡ് എന്തെന്ന് പറഞ്ഞു, ഗ്രാവിറ്റി കിട്ടിയോ, അതിന്റെ pH എല്ലാം പറഞ്ഞു. കിട്ടിയല്ലോ? യെസ്. ഇത് മറക്കരുത്, ചോദിക്കും. അടുത്തറിയേണ്ട കാര്യം, അടുത്ത് കാണാം എല്ലാവർക്കും. കറണ്ടിന്റെ പ്രശ്നം കാണാമല്ലോ. യെസ്. കറണ്ട് പ്രശ്നം കാണാമല്ലോ എല്ലാവർക്കും. യെസ്. എവിടെ പറഞ്ഞത് ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് എന്തൊക്കെയാ? ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ചോദിക്കും. എപ്പോഴും ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ചോദിക്കുന്ന ഭാഗമാണ്. എന്തൊക്കെയുണ്ട് ഫങ്ഷൻസ് ബ്ലഡിന്? ബ്ലഡിന് ഫങ്ഷൻസ് എന്തൊക്കെയുണ്ട്? വെയിറ്റ്, എന്താ ഫങ്ഷൻ ബ്ലഡിന്? ബ്ലഡിന് ഫങ്ഷൻ എന്തൊക്കെ? പറഞ്ഞേ എന്തൊക്കെ ഫങ്ഷൻ ഉണ്ട്? ഒരുപാടുണ്ട്. ആരെങ്കിലും പറഞ്ഞു ബ്ലഡിന്റെ ഫങ്ഷൻ എന്തൊക്കെയാ? ബ്ലഡിന് ഒരുപാട് ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെ ഫങ്ഷൻസ്? ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് എന്തൊക്കെയാ?
functions of blood. First വരുന്ന ഫംഗ്ഷൻ എന്താ? In the transportation ഉണ്ടാവും. ഫസ്റ്റ് വരുന്ന ഫംഗ്ഷൻ എന്താ? The transportation എന്ന് പറയുമ്പോൾ എന്തിന്റെ ട്രാൻസ്പോർട്ടേഷൻ? എന്തായിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? എന്തായിരിക്കും ഈ പറയുന്ന ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്ത് എന്തൊക്കെ എന്തായിരിക്കും? ഫങ്ഷൻസ് പറയുമ്പോൾ ഫസ്റ്റ് വരുന്ന കാര്യം ബ്ലഡ് എന്തിനാ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഇത് ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഈ പറഞ്ഞ ബ്ലഡ് എപ്പോഴും ട്രാൻസ്പോർട്ടേഷൻ ഫംഗ്ഷൻ വരും. ഫസ്റ്റ് അറിയേണ്ട കാര്യം ഓക്സിജൻ ഫ്രം എവിടെന്നാ? ഇന്ന് ലങ്സ് അല്ലേ? ഓക്സിജൻ ഫ്രം എവിടെന്നാ? ഇന്ന് ലങ്സിൽ നിന്നല്ലേ? ഓക്സിജൻ ഫ്രം എവിടെന്നാ? ലങ്സിൽ നിന്നല്ലേ? ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഫ്രം എവിടെന്നാ? ഇത് ടിഷ്യൂവിൽ നിന്നാണോ? ടിഷ്യൂവിൽ നിന്നാണോ? ആണോ? ടിഷ്യൂവിൽ നിന്ന് എങ്ങോട്ടാ? കാർബൺ ഡയോക്സൈഡ് ഇന്ന് ടിഷ്യൂവിൽ നിന്ന് എങ്ങോട്ടുണ്ടാവും? ലങ്സിലോട്ടല്ലേ? ലങ്സിലോട്ടല്ലേ? രണ്ട് കാര്യം. ട്രാൻസ്പോർട്ടേഷൻ പറയുമ്പോൾ ഫങ്ഷൻസ് പറയും ഫസ്റ്റ് അറിയേണ്ട കാര്യം ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഗ്യാസസ് ആണ് കേട്ടോ. ഫങ്ഷൻസ് പറയുമ്പോൾ ഫസ്റ്റ് പറയേണ്ട കാര്യം ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗ്യാസസ് ആണ്. അതിൽ ഓക്സിജൻ ഫ്രം ദ ലങ്സും ആൻഡ് ലങ്സിൽ നിന്ന് ടിഷ്യൂസിലോട്ടും അല്ലേ? കാർബൺ ഡയോക്സൈഡ് ലങ്സിൽ നിന്ന് ടിഷ്യൂസിലോട്ടും കൊണ്ടുപോകാറുണ്ട്. ശരിയല്ലേ? കാർബൺ ഡയോക്സൈഡ് എപ്പോഴും ടിഷ്യൂവിൽ നിന്ന് ലങ്സിലോട്ടും കൊണ്ടുപോകാറുണ്ട്. അതാണ് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഗ്യാസസ് വരുന്നല്ലേ? അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ആയ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗ്യാസസ്. ക്ലിയർ ആയോ? ബ്ലഡിന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ ക്ലിയർ ആയി? ട്രാൻസ്പോർട്ടേഷൻ ഗ്യാസസ്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താ? അടുത്ത ഫംഗ്ഷൻ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ന്യൂട്രിയൻസ്. രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ന്യൂട്രിയൻസ്. എന്തൊക്കെ ന്യൂട്രിയൻസ് ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുക ബ്ലഡ്? ഒരുപാടുണ്ടല്ലോ. ന്യൂട്രിയൻസ് ലൈക്ക് ഇതിന്റെ ഗ്ലൂക്കോസ് ഉണ്ടല്ലേ? ഇതിന്റെ ഗ്ലൂക്കോസ് ഉണ്ട്, അമിനോ ആസിഡ്സ് ഉണ്ട്, ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഉണ്ടോ? இந்த ഗ്ലൂക്കോസും അമിനോ ആസിഡും ഫാറ്റി ആസിഡ്. ശരിയല്ലേ? അതെന്ത് ഫോർമുല? നിങ്ങൾ കഴിക്കുന്ന ഫുഡിലെ இந்த ഗ്ലൂക്കോസ് എന്ത് ഫോർമുല? இந்த കാർബോഹൈഡ്രേറ്റ് ഫോർമുല അല്ലേ? കഴിക്കുന്ന ഫുഡിലെ இந்த ഗ്ലൂക്കോസ് എന്ത് ഫോർമുല? ഇത് കാർബോഹൈഡ്രേറ്റ് ഫോം അല്ലേ? അല്ലേ? കഴിക്കുന്ന ഫുഡിലുള്ള ഈ പറഞ്ഞ ഗ്ലൂക്കോസ് കാർബോഹൈഡ്രേറ്റ് ഫോമിലല്ലേ? ആണ്. കഴിക്കുന്ന ഫുഡിൽ இந்த പ്രോട്ടീൻ എന്ത് ഫോമുല? കഴിക്കുന്ന ഫുഡിൽ ഇത് പ്രോട്ടീൻ എന്ത് ഫോമുല? അമിനോ ആസിഡ് ഫോമിലല്ലേ? അല്ലേ? ഇത്രയുണ്ട്. ഇത് ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ ഇത് ഗ്ലൂക്കോസ്, അമിനോ ആസിഡും ഫാറ്റി ആസിഡും. അതിന് അതർ ന്യൂട്രിയൻസ് പറയും എന്തായിരിക്കും? അതർ ന്യൂട്രിയൻസിനെ ക്യാരി ചെയ്യുന്ന പറയുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എല്ലാ വൈറ്റമിൻസ് വരുന്നത്. ഇത് അതർ ന്യൂട്രിയൻസ് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എല്ലാ വൈറ്റമിൻസും കൂടെ ഇല്ലേ? അപ്പൊ இந்த ന്യൂട്രിയൻസിലെ ട്രാൻസ്പോർട്ടേഷനും ബ്ലഡ് സഹായിക്കാറുണ്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? ഇത് ഗ്യാസസിന്റെ ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞല്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? ഇത് ഗ്യാസസിന്റെ ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞു, ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് പറഞ്ഞു. സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ന്യൂട്രിയൻസ് പറഞ്ഞു. അതും ക്ലിയർ ആയല്ലോ. മൂന്നാമത്തെ ഫംഗ്ഷൻ എന്താ? ദ തേർഡ് ഫംഗ്ഷൻ ഓഫ് ദ ബ്ലഡ്, ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഹോർമോൺസ് ഉണ്ടോ? ഇത് ഹോർമോൺസിന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഹോർമോൺസിന് ഉണ്ടോ? എങ്ങനെയാ? എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ എന്തായിരിക്കും? എവിടെയാടെ? എൻഡോക്രൈൻ ഗ്ലാൻഡിൽ നിന്നും അത് എവിടെയാണോ ദ ടാർഗറ്റ് ഓർഗനിലോട്ട് ട്രാൻസ്പോർട്ട് കൊണ്ടുപോകാറുണ്ടോ? എൻഡോക്രൈൻ ഗ്ലാൻഡിൽ നിന്നും എവിടെയാണോ ടാർഗറ്റ് ഓർഗൻസിലോട്ട് ട്രാൻസ്പോർട്ടേഷനും ഡക്ട് ഇല്ലാത്തടത്ത് ബ്ലഡ് വഴിയാണോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഡക്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബ്ലഡ് വഴിയാണോ ഹോർമോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? എക്സാമ്പിൾ പറഞ്ഞേടെ. എക്സാമ്പിൾ ഗ്രോത്ത് ഹോർമോൺ എക്സാമ്പിൾ ആണോ? ഗ്രോത്ത് ഹോർമോൺ എക്സാമ്പിൾ ആണോ? ഗ്രോത്ത് ഹോർമോൺ ഉണ്ടാകുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലേ? ഗ്രോത്ത് ഹോർമോൺ ഉണ്ടാകുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലാണല്ലോ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന ഗ്രോത്ത് ഹോർമോൺ ബോഡിയിലെ പല ഭാഗങ്ങൾ എത്തിക്കണ്ടേ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന ഗ്രോത്ത് ഹോർമോൺ ബോഡിയുടെ പല ഭാഗങ്ങൾ എത്തിക്കണം. അവിടെ ആര് ചെയ്യും? അത് ബ്ലഡ് ചെയ്യില്ലേ? ആ ട്രാൻസ്പോർട്ടേഷൻ ബ്ലഡ് ചെയ്യില്ലേ? ഹോർമോൺസിന്റെ ട്രാൻസ്പോർട്ടേഷൻ ബ്ലഡ് ചെയ്യും. അതുപോലെ തന്നെ തൈറോയ്ഡ്
ഉണ്ടോ അവിടെ? തൈറോയ്ഡ് തൈറോയ്ഡ് ആ ഉണ്ടാകുന്ന തൈറോയിഡിനെ പല ഭാഗം കൊണ്ടുപോയി ഈ പറഞ്ഞ എന്താ മെറ്റബോളിസ് ചെയ്യണ്ടേ? പല സ്ഥലം കൊണ്ടുപോകണ്ടേ? അപ്പൊ അതും ഫങ്ഷനല്ലേ. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഹോർമോൺസും ഫങ്ഷൻസും ബ്ലഡിൽ വരുന്നതാണ്. ഫസ്റ്റ് 3 ഫങ്ഷൻ കിട്ടിയോ? ഫസ്റ്റ് 3 ഫങ്ഷൻ കിട്ടി. 3 ഫങ്ഷൻ കിട്ടിയോ? 4ാമത്തെ ഫങ്ഷൻ എന്താ? 4ാമത്തെ ഫങ്ഷൻ ആണ് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഹീറ്റ്. ഉണ്ടോ? 4ാമത് വരുന്ന കാര്യമാണ് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഹീറ്റ് എന്ന് പറയാം. എന്താ സംഭവം? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നതായിരിക്കും. ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യോ? ഹീറ്റ് ബോഡിയുടെ ഇൻ ദ ഡീപ്പർ സ്കിന്നിൽ നിന്നും എങ്ങോട്ടടേ? എങ്ങോട്ട്? ഏറ്റവും ഇൻ ദ ഡീപ്പർ ടിഷ്യൂവിൽ നിന്ന് എങ്ങോട്ടടേ? നമ്മൾ ഏറ്റവും സ്കിന്റെ ഏറ്റവും ഔട്ടറിലോട്ട് കൊണ്ടുപോകാറുണ്ടോ? സ്കിന്നിന്റെ ഏറ്റവും ഔട്ടർ ഭാഗത്ത് കൊണ്ടുപോകാറുണ്ടോ? ഉണ്ടോ? ഏറ്റവും അടിയിൽ നിന്നുള്ള ടിഷ്യൂസിൽ നിന്ന് ഹീറ്റിൽ ഏറ്റവും മുകളിലോട്ട് കൊണ്ടുപോകാറുണ്ടോ? അടിയിൽ നിന്നുള്ള ടിഷ്യൂസിൽ നിന്ന് ഹീറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകാറുണ്ടോ? എന്തിനു വേണ്ടിയാ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോഡിയിൽ ഈ പറഞ്ഞ മെറ്റബോൾസ് നടക്കുമ്പോൾ ആ ഹീറ്റ് ഇൻ ദ ഡീപ്പർ ടിഷ്യൂവിൽ നിന്ന് സ്കിന്നിലോട്ട് വരാറില്ലേ? നിങ്ങളുടെ ബോഡിയിലെ ഈ പറഞ്ഞ മെറ്റബോൾസ് നടക്കുന്ന സമയത്ത് ഏറ്റവും ഡീപ്പർ ടിഷ്യൂ ഉള്ള ഹീറ്റ് ഈ പറഞ്ഞ സ്കിന്നിന്റെ ഏറ്റവും ഔട്ടറിലോട്ട് വരാറുണ്ടോ? യെസ് ഓർ നോ? എന്തിനു വേണ്ടിയാ? ഈ പറഞ്ഞ മെറ്റബോൾസ് നടക്കുമ്പോൾ ഈ പറഞ്ഞ ഹീറ്റ് പുറത്തോട്ട് വരുന്നത് എന്തിനു വേണ്ടിയാ? നിങ്ങളുടെ എല്ലാവരുടെയും ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനല്ലേ? ഇന്ന് മെറ്റബോൾസ് നടക്കുമ്പോൾ അവിടെ കോൾഡ് ഹീറ്റ് ഉണ്ടാകുമ്പോൾ അത് അവിടെ നിൽക്കാതെ തന്നെ സ്കിന്നിന് ഏറ്റവും മുകൾ ഭാഗത്തോട്ടുള്ള കാരണം എന്താ? ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനല്ലേ? അപ്പോൾ ട്രാൻസ്പോർട്ട് ഓഫ് ദ ഗ്യാസസ് ആയി, ട്രാൻസ്പോർട്ട് ഓഫ് ദ ന്യൂട്രിയൻസ് ആയി, ട്രാൻസ്പോർട്ട് ഓഫ് ദ ഹോർമോൺസ് ആയി. ഇനി വേറെ എന്തെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യാറുണ്ടോ? ഉണ്ടോ അവിടെ? 4 എണ്ണം പറഞ്ഞു. ഹീറ്റും പറഞ്ഞു. 5ാമത് എന്തുണ്ട്? 5ാമതായിട്ട് വേറെ എന്തെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യാറുണ്ടോ? ദ ബ്ലഡ്. വേസ്റ്റ് പ്രോഡക്ട്സിന് ട്രാൻസ്പോർട്ട് ചെയ്യാറുണ്ടോ? ഉത്തരം പറയണം, ചോദ്യം വരും. ദ ബ്ലഡ് എപ്പോഴും ദ വേസ്റ്റ് പ്രോഡക്ട്സിന് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാറുണ്ടോ? ഉണ്ട്. ഏതൊക്കെയാ? സ്ഥിരം നിങ്ങൾക്ക് അറിയൊരു വാക്കുണ്ട്, ഒരു കാര്യമുണ്ട്. എന്താണ്? സ്ഥിരം ചോദ്യ എന്താ? എന്തൊക്കെ വേസ്റ്റ് പ്രോഡക്റ്റ്? നമ്മുടെ ബോഡിയിൽ നിന്ന് ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്റ്റ് ഏതൊക്കെയാ? ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ വേസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ട്? അത് ബ്ലഡ് എങ്ങനെ വെളിയിലോട്ട് കൊണ്ടുപോകും? ഇത് യൂറിയ, ശരിയാണ്. വേറെ എന്തുണ്ട്? യൂറിയ, തൊട്ടുപോയി പറഞ്ഞു. ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് പറഞ്ഞു ഓർമ്മയുണ്ടോ? കാർബൺ ഡൈ ഓക്സൈഡ് പറഞ്ഞു ഓർമ്മയുണ്ടോ? ആ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് വേസ്റ്റ് പ്രോഡക്റ്റ് ആണോ? ആ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് വേസ്റ്റ് പ്രോഡക്റ്റ് ആണോ? ആണ്. അപ്പൊ അതിനെങ്ങോട്ട് കൊണ്ടുപോകും? ലങ്സിലോട്ട് കൊണ്ടുപോകില്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിലോട്ട് കൊണ്ടുപോകുന്ന ആളും ബ്ലഡ് ആണല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിലോട്ട് കൊണ്ടുപോകുന്ന ആരാ? ബ്ലഡ് ആണ്, ശരിയല്ലേ? അതിനുശേഷം പുറത്തോട്ട് പോകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സ് കൊണ്ടുപോയി ശേഷം പുറത്തോട്ട് പോകുന്നത്. വേറെ ആരെയുണ്ടോ? യൂറിക് ആസിഡ് എങ്ങോട്ട് കൊണ്ടുപോകും? ബ്ലഡ് യൂറിക് ആസിഡ് എങ്ങോട്ട് കൊണ്ടുപോകും? കിഡ്നീസിലോട്ടല്ലേ? ബ്ലഡ് യൂറിക് ആസിഡ് എന്ന 2 വേസ്റ്റ് പ്രോഡക്ട്സിനെ കിഡ്നിയിലോട്ട് കൊണ്ടുപോകും. വേറെ എന്തെങ്കിലും വേസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടോ? ഇനി വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് വേറെ ഉണ്ടോടെ? ബിലിറൂബിൻ ഉണ്ടോ? ബിലിറൂബിൻ ഉണ്ടോ? ബിലിറൂബിൻ വേസ്റ്റ് പ്രോഡക്റ്റ് ആണോ? അതെവിടെ കൊണ്ടുപോകും? ലിവറിലോട്ടല്ലേ? അപ്പോൾ 5 തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞു. ക്ലിയർ ആയോ? 5 തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞു. ഒന്ന് ക്ലിയർ ആയോ? ഏതൊക്കെയാ? പേര് പറഞ്ഞേ. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗ്യാസസ് ആയി. വേറെ അവിടെ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? ഗ്യാസ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡും പറഞ്ഞു. ന്യൂട്രിയൻ ട്രാൻസ്പോർട്ട് ഉണ്ട്. ഹോർമോൺസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്.
then the heat ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വേസ്റ്റ് പ്രോഡക്ട്സും ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? 5 ടൈപ്പ്. ക്ലിയർ ആയോ? ട്രാൻസ്പോർട്ടേഷൻ ക്ലിയർ ആയോ? ഇനി ബ്ലഡിന് വേറെ ഫംഗ്ഷൻ ഏതെങ്കിലും ഉണ്ടോ? ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. 6ാമതായിട്ട് വേറെ ഫംഗ്ഷൻ ഉണ്ട് ബ്ലഡിന്. നിങ്ങൾക്ക് ഇത്രയും പഠിച്ച എന്ത് മനസ്സിലായി? സ്റ്റാർട്ടിങ് തന്നെ വളരെ വളരെ എന്താ ഡീറ്റെയിൽ പഠിക്കല്ലേ? വളരെ ഡീറ്റെയിൽ ആയി പഠിക്കല്ലേ? ശരിയല്ലേ? വളരെ ഡീറ്റെയിൽ പഠിക്കല്ലേ? അതുപോലെ പഠിക്കുമല്ലോ. ഞാൻ തരുന്ന നോട്ടും ക്ലാസ്സും അതുപോലെ പഠിക്കുമല്ലോ. അതുപോലെ പഠിക്കുമല്ലോ. വേറെ ഒന്നും വേണ്ട, അത് പഠിക്കുമല്ലോ. സോ 6ാമത് ഒരു ഫംഗ്ഷൻ റെഗുലേഷൻ എന്ന് പറയും. എന്താ റെഗുലേഷൻ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. In the pH, for example, acid base balance ഒക്കെ പറയാറുണ്ടല്ലേ? The pH of the body fluidsന്റെ pH എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്താൽ നമ്മുടെ എല്ലാവരുടെയും ബോഡിക്കകത്തുള്ള എല്ലാ ഫ്ലൂയിഡ്സിന്റെ pH എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നാരാ? നമ്മുടെ ബോഡിക്കകത്തുള്ള എല്ലാ ഫ്ലൂയിഡും അല്ലേ, മിക്ക എല്ലാ ഫ്ലൂയിഡുകളെയും അവയുടെ pH-നെ മെയിൻറ്റെയിൻ ചെയ്യുന്നാരാ? ബ്ലഡ് അല്ലേ. മറ്റ് ബോഡി ഫ്ലൂയിഡിലേക്ക് ഏതൊക്കെയാ? CSF പറയാം, ബാക്കി എന്ത് പറയാനല്ലേ, കുറെ ഉണ്ടല്ലോ. അതുപോലെയല്ല എല്ലാത്തിനും മെയിൻറ്റെയിൻ ചെയ്താരാ? ഇവനാണ് റെഗുലേറ്റ് ആണല്ലേ. ബ്ലഡ് ആണ് എപ്പോഴും ബാക്കിയുള്ള pH-കളെ എപ്പോഴും റെഗുലേറ്റ് ചെയ്യുന്ന ആൾ ബ്ലഡ് ആണ്, മറക്കരുത്. CSF ആയാലും അക്വസ് ഹ്യൂമർ കേട്ടുണ്ടോ? അക്വസ് ഹ്യൂമർ കേട്ടുണ്ടോ? അത് കൂടിയാലും CSF കൂടിയാലും അതുപോലത്തെ എല്ലാം കൂടിയാലും ആ കൂടുന്ന സമയം തന്നെ ആര് മെയിൻറ്റെയിൻ ശ്രമിക്കും? ബോഡിക്കകത്ത് CSF കൂടുമ്പോഴോ അക്വസ് ഹ്യൂമർ കൂടുമ്പോഴോ എന്ത് ഫ്ലൂയിഡ് കൂടുമ്പോഴോ അപ്പോൾ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പോയി അതിനെ ബാലൻസ് ചെയ്യുന്ന ആരാ? വളരെ കൂടുതലായി വരുന്നതെല്ലാം പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് പോയി ബാലൻസ് ചെയ്യുന്ന ആരാടെ? ഒരു സംഭവം, ഒരു ഫ്ലൂയിഡ് ബോഡിയിൽ കൂടിക്കഴിയുമ്പോൾ അതിനെ പിടിച്ചുകൊണ്ടുപോയി ബാലൻസ് ചെയ്യുന്ന ആരാ? ബ്ലഡ് അല്ലേ. അപ്പൊ മറക്കരുത്, നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിന്റെ pH മെയിൻറ്റെയിൻ ചെയ്യാനും ആര് സഹായിക്കും? ബ്ലഡ് സഹായിക്കും. വേറെ എന്തെങ്കിലും റെഗുലേറ്റർ ഉണ്ടോ? pH കഴിഞ്ഞ് വേറെ എന്തെങ്കിലും റെഗുലേറ്റർ ഉണ്ടോ? വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വാട്ടർ ബാലൻസ്, ബോഡിയുടെ വാട്ടർ ഉണ്ടോ? ബോഡിയുടെ വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടോ? വാട്ടർ ബാലൻസ് ഉണ്ടോ? അതെങ്ങനെയാ ബോഡിയുടെ വാട്ടർ ബാലൻസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? എപ്പോഴെങ്കിലും ബോഡിയിൽ വളരെ കൂടുതൽ വാട്ടർ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബ്ലഡ് വാട്ടർ എങ്ങോട്ട് കൊണ്ടുപോകും? ഉത്തരം പറഞ്ഞു. ബോഡിയിൽ എപ്പോഴെങ്കിലും അമിതമായിട്ട് വാട്ടർ ഉണ്ടായി കഴിഞ്ഞാൽ അത് എങ്ങോട്ട് കൊണ്ടുപോകും? ബ്ലഡ് കിഡ്നിയിലോട്ടല്ലേ. ആ കിഡ്നിയിലോട്ട് കൊണ്ടുവരികയും അതിനെ പുറത്തോട്ട് കളയുകയും ചെയ്യുന്നല്ലേ. റെഗുലേഷൻ ഫങ്ഷൻ ചെയ്യാറുണ്ട് ബ്ലഡ്. ഇനി വേറെ ഫങ്ഷൻ ഉണ്ടോ? ആസിഡ് ബേസ് ബാലൻസ് ഓഫ് ദ ബോഡി അല്ലേ. ബോഡിയുടെ ആസിഡ് ബേസ് ബാലൻസും ഞാൻ പറഞ്ഞതാണ്. സെല്ലിനകത്ത് pH വ്യത്യാസം വരുമ്പോൾ അത് ബാലൻസ് ചെയ്യുന്ന ആരാ? അത് ബ്ലഡ് അല്ലേ. ബോഡിയിൽ pH-ന്റെ വ്യത്യാസം വരുമ്പോൾ അതും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഞാൻ പറഞ്ഞ കാര്യമാണ്. ആരാ? ബ്ലഡ് അല്ലേ. ആണ്. വേറെ ഫംഗ്ഷൻ ഉണ്ടോ? വേറെ 7ാമതായിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 7ാമത് വരുന്ന ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടന്റ്. ഇമ്മ്യൂണിറ്റി ഉണ്ടോ? ഇമ്മ്യൂണിറ്റി ഫംഗ്ഷൻ ആണ് ബ്ലഡിന്. ബ്ലഡിന്റെ ഫംഗ്ഷൻ ആണ് ഇമ്മ്യൂണിറ്റിയും ആൻഡ് ഡിഫൻസ് മെക്കാനിസവും ബ്ലഡിന്റെ ഫംഗ്ഷൻ അത് തന്നെയാണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആരാണ് ഇത് ബ്ലഡിൽ ചെയ്യുന്ന ആരാ? നമ്മുടെ ബ്ലഡിൽ ആരായി ചെയ്യുന്നത്? ഇമ്മ്യൂണിറ്റിയും ആൻഡ് ഡിഫൻസ് മെക്കാനിസം ചെയ്യുന്ന ആളുടെ പേരെന്താ? അറിയാം, പറഞ്ഞത്. ബ്ലഡിനകത്ത് ഇമ്മ്യൂണിറ്റിയും ആൻഡ് ഡിഫൻസ് മെക്കാനിസം ചെയ്യുന്ന ഒരാളുണ്ട്. എല്ലാരും പറയണം. ഗ്രൂപ്പിനകത്തുള്ള ഇപ്പോഴുള്ള എല്ലാരും വേറെ ചോദ്യമുണ്ട്. ആരാ? WBC ആണോ? ആണോ? ആ WBCക്കകത്ത് എക്സ്പെഷ്യലി ആരൊക്കെയാ? ന്യൂട്രോഫിൽ ആൻഡ് മോണോസൈറ്റ് ആണോ? ഇതൊക്കെ ഡീറ്റെയിലായി പഠിക്കും. അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ ഡീറ്റെയിലായി പഠിക്കും. ന്യൂട്രോഫിലും ആൻഡ് മോണോസൈറ്റും ആണോ? അവർ യുദ്ധം ചെയ്യുമല്ലേ.
അല്ലെ? ഓർഗാനിസം വന്നു കഴിഞ്ഞാൽ പല ഡിഫറെന്റ് ഓർഗാനിസം ബോഡിക്കകത്ത് കയറി കഴിഞ്ഞാൽ അവൻ അതിന് പുറത്തോട്ട് കളയാൻ വേണ്ടി യുദ്ധം ചെയ്യാറില്ലേ? ഉണ്ടോടെ? ഉണ്ടോ? ബോഡിക്കകത്ത് ഒരു ഓർഗാൻസം കയറി പോകാതെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ന്യൂട്രോഫിൽസ് മോണോസൈറ്റ് എന്ത് ചെയ്യും? ഇമ്മ്യൂണിറ്റിക്ക് സഹായിക്കും, അല്ലെ? ഇമ്മ്യൂണിറ്റിക്ക് സഹായിക്കും. ഓർ ദ ഡിഫൻസ് മെക്കാനിസം സഹായിക്കും. വേറെ ഫംഗ്ഷൻ ഉണ്ടോ? ഇതേ ഇമ്മ്യൂണിറ്റിയിൽ വരുന്ന വേറെ കാര്യമുണ്ടോ? ഇത് WBC അല്ലാതെ വേറെ ഉണ്ടോ? ഈ പറഞ്ഞ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ബോഡി ആരാണ്? ബോഡിയിൽ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ആരാ? ഫസ്റ്റ് ഡിഫൻസ് മെക്കാനിസം പറഞ്ഞു, WBC കാര്യം പറഞ്ഞു. ഇനി ഇമ്മ്യൂണിറ്റി ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ആരാ? ഫോർ ദ ഡിഫൻസ് മെക്കാനിസത്തിന് വേണ്ടി ഇമ്മ്യൂണിറ്റി ബോഡി ഇൻ ദ ബി ആൻഡ് ദ T ലിംഫോസൈറ്റ് ആണോ? ഇൻ ദ ബിയും T ലിംഫോസൈറ്റ് ആണോ? ഇതൊക്കെ പഠിക്കും കേട്ടോ, അങ്ങോട്ടുള്ള ദിവസങ്ങൾ പഠിക്കുന്ന കാര്യമാണ്. ഇൻ ദ ബിയും ആൻഡ് ദ T ലിംഫോ രണ്ട് പേരാണ് എപ്പോഴും ബോഡിയിൽ ഇമ്മ്യൂണിറ്റി അത് ഡെവലപ്പ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള രണ്ട് പേരാണ് ഇൻ ദ ബി ലിംഫോസൈറ്റും ആൻഡ് ദ T ലിംഫോസൈറ്റും. 7 ഫംഗ്ഷൻ കിട്ടിയോ എല്ലാവർക്കും? 7 ഫംഗ്ഷൻ കിട്ടിയോ? ഈ ഫങ്ഷൻസ് എല്ലാം ഇത്ര ഡീറ്റെയിൽ പഠിക്കണോ? വേണം വേണ്ടേ? പഠിക്കണം. അല്ലാതെ ഇപ്പോൾ ഹെഡിങ് മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ മതിയോ? പറ്റില്ല. അങ്ങനെ ഒരിക്കലും വിടത്തില്ല. ഒരിക്കലും എന്താണ് ഒരു ഹെഡിങ് മാത്രം പഠിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഒരിക്കലും ഒരു എന്ത് പഠിച്ചാലും ഹെഡിങ് ഒരിക്കലും അത് മാത്രം പഠിച്ചുകൊണ്ട് പോകരുത്. ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ കംപ്ലീറ്റ് 7 പറഞ്ഞില്ലേ, ആ 7ന്റെയും ഈ പറഞ്ഞ ഹെഡിങ് മാത്രം പഠിച്ചുകൊണ്ട് പോകരുത്. കേൾക്കുന്നുണ്ടോ? എവിടെ? യെസ്. 8ാമത്തെ ഫംഗ്ഷൻ. 8ാമതൊരു ഫംഗ്ഷൻ ഉണ്ട്. 8ാം ഫംഗ്ഷൻ എന്താ? ഇൻ ദ പ്രൊട്ടക്ഷൻ. 8ാം ഫംഗ്ഷൻ എന്താ? പ്രൊട്ടക്ഷൻ. എന്താ ഫംഗ്ഷൻ? എന്താ ഇത്? എന്ത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്? ആർക്ക് പറയാം? പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഫംഗ്ഷൻ? ബ്ലഡ് ചെയ്യുന്നത് ആലോചിക്കും. അകത്ത് കിടക്കുന്ന ബ്ലഡ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യല്ലേ? എങ്ങനെ ഇവിടെ ആർക്ക് പറയാം? അകത്ത് കിടക്കുന്ന ബ്ലഡ് പ്രൊട്ടക്ഷൻ എന്ന് ഒരു ഇഞ്ചറി വരുമ്പോൾ, ബോഡിയിൽ ഒരു ഇഞ്ചറി വരുമ്പോൾ അകത്ത് കിടക്കുന്ന ബ്ലഡ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യും? എങ്ങനെ ചെയ്യും? അയ്യോ, അത് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ബോഡിക്ക് അകത്ത് കിടക്കുന്ന ബ്ലഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ പോയി പ്രൊട്ടക്ട് ചെയ്യും? ബൈ ദ ക്ലോട്ട് ഫോർമേഷൻ ആണോ? ഒരു ഇഞ്ചുറി വരുന്നു, ഒരു ഇഞ്ചുറിക്ക് ശേഷം ഇത് ക്ലോട്ട് ഉണ്ടാക്കുന്നതും അത് പ്രൊട്ടക്ഷന്റെ ഭാഗമല്ലേ? ഒരു ഇഞ്ചുറി ബോഡിയിൽ വന്നു കഴിഞ്ഞ ശേഷം അവിടെ ക്ലോട്ട് ഉണ്ടാക്കുന്നത് പ്രൊട്ടക്ഷന്റെ ഭാഗമാണ്. എന്തുകൊണ്ടാ? ഇഞ്ചുറി ഉണ്ടായി ആ പുറത്ത് നിന്നും ഓർഗാനിസം അകത്തേക്ക്, ബോഡിക്ക് അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ക്ലോട്ട് ഉണ്ടാക്കുന്നത്. ശരിയല്ലേ? ഒരു ഇഞ്ചുറി വന്നു, ഒരു മുറിവ് വന്നു, ആ സമയത്ത് പുറത്ത് നിന്നും ഒരു ഓർഗാനിസം ബോഡിക്ക് അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയല്ലേ അവിടെ ക്ലോട്ട് ഫോം ചെയ്യുന്നത്. ശരിയല്ലേ? അത് ഫംഗ്ഷനാണ്. ഇനി ഇതേ ക്ലോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ക്ലോട്ട് വേറെ ഇതിനെ പ്രിവെന്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഒരു ഓർഗാനിസം മാത്രമല്ല, വേറെ ഇതിനെ കൂടി പ്രിവെന്റ് ചെയ്യാറുണ്ട്. എക്സസീവ് ആയിട്ടുള്ള ബ്ലഡ് ലോസിനെ പ്രിവെന്റ് ചെയ്യാറില്ല ക്ലോട്ട്. അതേ ക്ലോട്ട് എക്സസീവ് ആയിട്ട് ഇത് ബ്ലഡ് ലോസിനെ പ്രിവെന്റ് ചെയ്യാറില്ലേ? അതേ എന്താണ് ഈ പറഞ്ഞ ക്ലോട്ട് എക്സസീവ് ആയിട്ടുള്ള ബ്ലഡ് ലോസിനെയും പ്രിവെന്റ് ചെയ്യും. ഓർഗാനിസം അകത്തേക്ക് കയറാനും സഹായിക്കില്ല, അല്ലെ? സോ ദ പ്രൊട്ടക്ഷനകത്ത് എന്തൊക്കെ വരും? ഇഞ്ചുറി വരുന്നു, ഇഞ്ചുറിക്ക് ശേഷം ക്ലോട്ട് ഉണ്ടാകുന്നു, അത് പ്രൊട്ടക്ഷന്റെ ഭാഗമാണ്. പുറത്തു നിന്ന് ഓർഗാനിസം അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ട് ചെയ്യുകയും അതുപോലെ തന്നെ എക്സസീവ് ബ്ലഡ് ലോസിനെ പ്രിവെന്റ് ചെയ്യുക. രണ്ടും പ്രൊട്ടക്ഷന്റെ ഭാഗമാണ്. ആരുടെ? ബ്ലഡിന്റെ പ്രൊട്ടക്ഷൻ ഫംഗ്ഷൻ. ക്ലിയർ ആയോ? അത് 9ാമത്തെ ഫംഗ്ഷൻ എന്താ? 9ാമത്തെ ആളാരാ? പ്ലാസ്മ പ്രോട്ടീൻ, അല്ലേ? 9ാമത്തെ ഫംഗ്ഷൻ പ്ലാസ്മ പ്രോട്ടീൻ. എങ്ങനെയുണ്ടെങ്കിലും ഇത് നമ്മൾ ഇന്ന് തന്നെ മിക്കവാറും പഠിക്കും. എന്താ പ്ലാസ്മ പ്രോട്ടീൻ? എന്താ ഫംഗ്ഷൻ? എന്താ പ്ലാസ്മ പ്രോട്ടീനോ? എന്താ ഫംഗ്ഷൻ? പഠിക്കുവേ. ഇതിനെ മാത്രം എടുത്തിട്ട് പഠിക്കും. എങ്കിലും പറയാണ്, നിങ്ങളുടെ എല്ലാം ബോഡിക്ക് അകത്തുള്ള ബ്ലഡ് ഇല്ലേ, ആദ്യം ബ്ലഡ് കോളത്തിനകത്ത് അവിടെ പിടിച്ചേർത്ത് സഹായിക്കുന്ന ആരാ?
ബ്ലഡിനെ ബ്ലഡ് കോളത്തിനകത്ത് പിടിച്ചു നിർത്താൻ നിലനിർത്താനുള്ള ഫംഗ്ഷൻ ആരാ? പ്ലാസ്മ പ്രോട്ടീൻ അല്ലേ? ആലോചിക്കുക, ആ ബ്ലഡ് അതേ ഈ പറഞ്ഞ ബ്ലഡ് കോളത്തിനകത്ത് പിടിച്ചു നിർത്തുന്നു. അങ്ങോട്ട് ആവശ്യമില്ലാത്തടത്ത് പോകാൻ പാടില്ല, അനാവശ്യം ഒരിടത്ത് കറങ്ങി നിൽക്കാൻ പാടില്ല എന്ന് പിടിച്ചു നിർത്തുന്നാരാ? പ്ലാസ്മ പ്രോട്ടീനാണ്. ശരിയല്ലേ? 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 ഈ പറഞ്ഞ പ്ലാസ്മ പ്രോട്ടീൻ ഫംഗ്ഷൻ എന്താ? പ്ലാസ്മ പ്രോട്ടീൻ വേറെ ഫംഗ്ഷൻ ഉണ്ടോ? ഈ പറഞ്ഞ ബോഡിയിൽ വിസ്കോസിറ്റി, ആ ബ്ലഡ് അവിടെ നിലനിൽക്കാൻ വേണ്ടി കട്ടിയൊക്കെ എടുത്തവരോടെ അത് പറയണമല്ലോ. പ്ലാസ്മ പ്രോട്ടീൻ അവിടെ ബ്ലഡ് ഇല്ലേ, അവിടെ നിൽക്കാൻ വേണ്ടി അതിനെ കട്ടിയായിട്ട് നിലനിർത്തണം. പ്ലാസ്മ പ്രോട്ടീൻ കട്ടിയായിട്ട്, ഒരു കട്ടി രൂപത്തിൽ. ശരിയല്ലേ? അവിടെ നിൽക്കാൻ വേണ്ടി ആ ഈ വേറെ ഫംഗ്ഷൻ ഉണ്ടോ? വേറെ ഫംഗ്ഷൻ ഉണ്ടോ? ഇത്രയുമാണ് ബ്ലഡിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. കിട്ടിയ എല്ലാവർക്കും? 9 എണ്ണം പറഞ്ഞു, 9 ഫങ്ഷൻ കിട്ടിയ, 9 ഫങ്ഷൻ. അതിന്റെ പേര് പറഞ്ഞു ഒന്ന്, 9ന്റെ പേര് എന്ന് പറഞ്ഞാൽ മതി. ഫസ്റ്റ് ഫങ്ഷൻ എന്താ? ഗ്യാസസ്. ഗ്യാസ് അല്ലേ ഫസ്റ്റ് ഫങ്ഷൻ? ഏതാ? ഗ്യാസസ്. സെക്കൻഡ് ഏതാ? സെക്കൻഡ് ന്യൂട്രിയൻസ്. വേറെ ഏതാ? ട്രാൻസ്പോർട്ടഡ് ഗ്യാസ് ആയി, ആൻഡ് ന്യൂട്രിയൻസ് ആയി, ഹോർമോൺസ് പറഞ്ഞു, ആൻഡ് ഹീറ്റിന്റെ ഫങ്ഷൻ പറഞ്ഞു. വേറെ ഫങ്ഷൻ ഉണ്ട്, വേസ്റ്റ് പോർട്സ് ഉണ്ടല്ലേ, വേസ്റ്റ് പോർട്സ്, ന്യൂട്രീഷൻ, റെഗുലേഷൻ, ഇമ്മ്യൂണിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ, പ്ലാസ്മ പ്രോട്ടീൻസ്. ഇത്രയും ക്ലിയർ ആയി? ഈ പ്ലാസ്മ പ്രോട്ടീൻ നമ്മൾ നോക്കാൻ പോവുകയാണ്, വളരെ ഡീറ്റെയിൽ ആയി പഠിക്കും. അതിന് മുമ്പായിട്ട് അറിയേണ്ട കാര്യം, ബ്ലഡിനകത്തുള്ള ടോട്ടൽ കോമ്പൗണ്ട്സ് ഇതൊക്കെ ഫസ്റ്റ് ചാപ്റ്റർ. ഇത്രയും പറഞ്ഞില്ലേ? ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് അറിയേണ്ട കാര്യം ക്ലിയർ ആയി? ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് അറിയേണ്ട ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയല്ലോ? ഇൻട്രൊഡക്ഷൻ ഇത്രയും സമയം പറഞ്ഞ കാര്യം. യെസ്, അറിയാതെ. നെക്സ്റ്റ് ഹെഡിങ് ഇട്ടോളം കോമ്പൗണ്ട്സ് ഓഫ് ബ്ലഡ് എന്തൊക്കെയുണ്ട്. നെക്സ്റ്റ് ഹെഡിങ് ഇട്ടോളം കോമ്പൗണ്ട്സ് ഓഫ് ബ്ലഡ് ആണ് അടുത്ത് അറിയേണ്ട കാര്യം. അടുത്ത് വരുന്നൊരു കാര്യമാണ്. എന്താ സംഭവം? എന്തായിരിക്കും? ഇതിനെക്കുറിച്ച് പഠിക്കാം. എന്തൊക്കെ ചേർന്നാൽ ബ്ലഡ് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നത്? എന്തൊക്കെ ചേർന്നാൽ ബ്ലഡ് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്നത്? ആർക്ക് പറയാം? എന്തൊക്കെ ആയിരിക്കും അറിഞ്ഞിരിക്കണം? ഫോംഡ് എലമെന്റ്സ് കേട്ടിട്ടുണ്ടോ? ഫോംഡ് എലമെന്റ്സ് ഓർ ഫോംഡ് ബ്ലഡ് എലമെന്റ്സ്. ഫോംഡ് എലമെന്റ്സ് ഒന്നോ ഓർ ഫോംഡ് ബ്ലഡ് എലമെന്റ്സ് ഒന്നോ പഠിക്കുക. 45% അല്ലേ? അതെന്ത് സംഭവം? എന്താ ഫോംഡ് എലമെന്റ്സോ? എന്താ സംഭവം? എന്താ നിങ്ങളുടെ ഇല്ല ഈ പറഞ്ഞ ബ്ലഡിനകത്ത് സെല്ലല്ലേ? അത് ബ്ലഡ് സെൽസ് അല്ലേ എപ്പോഴും ഫോംഡ് എലമെന്റ്സ് എന്ന് പറയുന്നത്? ശരിയല്ലേ? ഫോംഡ് എലമെന്റ്സ് എപ്പോ പേടിക്കണ്ട. ബ്ലഡ് സെൽസിനല്ലേ നമ്മൾ എപ്പോഴും ഫോംഡ് എലമെന്റ്സ് എന്ന് വിളിക്കുക അല്ലേ? 45% ബ്ലഡ് സെൽസ് ഉണ്ട്. അപ്പൊ 100ൽ ബാക്കി 55 ആരായിരിക്കും? 100ൽ ബാക്കി 55 പ്ലാസ്മയല്ലേ? 55% പ്ലാസ്മയും 45% ബ്ലഡ് എലമെന്റ്സ് അല്ലെങ്കിൽ ബ്ലഡ് സെൽസ് ആണ് കൂടി ചേർന്നാണ്. മറക്കരുത്, 55% പ്ലാസ്മ, 55% പ്ലാസ്മയും 45% ബ്ലഡ് എലമെന്റ്സ് എന്നോ അല്ലെങ്കിൽ ബ്ലഡ് സെൽസ് എന്നോ ഇവയെല്ലാം കൂടി ചേർന്നാണ് ബ്ലഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അടുത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാസ്മയുടെ കാര്യം വരുന്നത്. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ, നമുക്ക് ഈ പ്ലാസ്മ സെപ്പറേറ്റ് ആയിട്ട് നോക്കാം, പ്ലാസ്മ സെപ്പറേറ്റ് ആയിട്ട് നോക്കാം പറഞ്ഞില്ലേ? അതാ അടുത്ത് വരുന്ന കാര്യം. എന്താണ് പ്ലാസ്മ? നമുക്ക് നോക്കാം എന്താണ് പ്ലാസ്മ എന്തെന്ന് പഠിക്കണം. എന്താ പ്ലാസ്മ? ആർക്ക് പറയാം? എന്താ പ്ലാസ്മ? എന്താണ് പ്ലാസ്മ? ചുമ്മാ ഗസ് ചെയ്ത്. നിങ്ങൾക്ക് അറിയാം, ഉത്തരം അറിയാം. ഉത്തരം അറിയാം. ഉത്തരം അറിയാം. ഉത്തരം അറിയാം. ഞാൻ പറയും ഉത്തരം അറിയാം. ഈ ചോദ്യം കണ്ടിട്ടുണ്ട്. ഉത്തരവും അറിയാം. ഇവിടെ ചോദ്യം പറഞ്ഞുതരാം. ഈ പറഞ്ഞ ബ്ലഡ് സെൽസ് ഇല്ലേ,
இந்த ബ്ലഡിനകത്തുള്ള എല്ലാ സെൽസും റിമൂവ് ചെയ്താൽ ബാക്കി കാണപ്പെടുന്ന പാർട്ടാര? ബ്ലഡിനകത്തുള്ള എല്ലാ സെൽസും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാണുന്ന പാർട്ടാര? സിമ്പിൾ ഉത്തര. ബ്ലഡിനകത്തുള്ള എല്ലാ സെൽസ് എല്ലാം റിമൂവ് ചെയ്താൽ അവിടെ ബാക്കി ആരുണ്ട്? പ്ലാസ്മ ഉണ്ടല്ലേ. സിമ്പിൾ കാര്യമല്ലേ. ബ്ലഡിനകത്തുള്ള എല്ലാ ബ്ലഡ് സെൽസും റിമൂവ് ചെയ്താൽ അവിടെ ബാക്കിയുള്ള ആരാ? പ്ലാസ്മ എന്ന് വിളിക്കാം. എത്ര പെർസെന്റേജ് ഉണ്ടെന്ന് പറഞ്ഞു? എത്രയുണ്ടേ? എത്രയുണ്ടായി ഈ പെർസെന്റേജ്? 55. ചോദിക്കട്ടെ, ഇവിടെ ബ്ലഡ് ഇല്ലേ? ഇവിടെ ബ്ലഡിനകത്ത് എല്ലാ സെൽസും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാസ്മയുടെ കളർ ഒരു എക്സാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സെൽസും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്ലാസ്മയുടെ കളർ എന്തെന്നൊരു എക്സാം ഉണ്ടായിരുന്നു. എന്താ? സ്ട്രോ കളർ. സ്ട്രോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് ജ്യൂസ് കുടിക്കുന്ന സ്ട്രോ ആണോ? ആ സ്ട്രോ ആണോ? പറഞ്ഞ സംശയം തോന്നാം. സ്ട്രോ എവിടെയോ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് എന്ത് കളർ എന്നറിഞ്ഞു അല്ലേ? സ്ട്രോ അതെന്ത് കളറാ? ഇറ്റ് ഈസ് ദ വൈറ്റ് യെല്ലോ കളർ അല്ലേ? ദ വൈറ്റ് യെല്ലോ കളർ നമ്മളെപ്പോഴും സ്ട്രോ എന്ന് പറയും. മറക്കരുത്. ദ വൈറ്റ് യെല്ലോ കളറിന് എപ്പോഴും സ്ട്രോ കളർ എന്ന് പറയും കേട്ടോ. അപ്പൊ ലിക്വിഡ് മാത്രം ഉണ്ടായിരുന്നു എന്തായിരിക്കും? അപ്പം എല്ലാം റിമൂവ് ചെയ്ത് വെറും ലിക്വിഡ് മാത്രമേ ഉള്ളൂ. വൈറ്റ് യെല്ലോ കളർ ലിക്വിഡ് മാത്രമേ ഉണ്ടായി വിളിക്കുന്ന പേരെന്താ? ബ്ലഡ് സെൽസിനെല്ലാം റിമൂവ് ചെയ്ത ശേഷം വൈറ്റ് യെല്ലോ കളറായിട്ടുള്ള സ്ട്രോ കളറിൽ കാണപ്പെടുന്ന ലിക്വിഡ് പാർട്ടിനെ വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കാം? പ്ലാസ്മ അല്ലേ? അല്ലേ? യെസ്. ഇതേ ഒരു കണക്റ്റീവ് ടിഷ്യൂ കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്ലാസ്മയെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഒരു കണക്റ്റീവ് ടിഷ്യൂ എന്ന രീതിയിൽ കൺസെപ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ പ്ലാസ്മയെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ആർക്ക് പറയാം? എന്തൊക്കെ ചേർന്നാണ് ഈ പറഞ്ഞ കണക്റ്റീവ് ടിഷ്യൂ ഉണ്ടായിരിക്കുന്നത്? കണക്റ്റീവ് ടിഷ്യൂ എന്തൊക്കെ ചേർന്ന ഉണ്ടായിരിക്കുന്നത്? എന്തൊക്കെയാണ് കോമ്പൗണ്ട്സ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ? ഓർമ്മിച്ച് പറഞ്ഞേ. കോമ്പൗണ്ട്സ് ഓഫ് കണക്റ്റീവ് എന്തൊക്കെയാണ്? സെല്ലും മാട്രിക്സും അല്ലേ? കണക്റ്റീവ് ടിഷ്യൂന്റെ കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ സെൽസും മാട്രിക്സുമാണ്. അപ്പൊ പ്ലാസ്മയിൽ എന്തില്ല? ഡെഫിനിഷൻ മറക്കരുത്. പ്ലാസ്മയിൽ എന്തില്ല? സെൽസ് ഇല്ല. ആ വ്യത്യാസം മനസ്സിലായോ? കണക്റ്റീവ് ടിഷ്യൂ കൺസെപ്റ്റ് എടുക്കുമ്പോൾ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ അവർക്ക് രണ്ട് കോമ്പൗണ്ട്സ് ഉണ്ട്, സെൽസും മാട്രിക്സും ഉണ്ട്. പക്ഷെ പ്ലാസ്മ എന്ന കൺസെപ്റ്റ് എടുക്കുമ്പോൾ പ്ലാസ്മയിൽ സെൽസ് ഇല്ല. മനസ്സിലായല്ലോ? സോ ദ പ്ലാസ്മ ഈസ് ദ വാട്ടറി ദ ലിക്വിഡ് മാട്രിക്സ് അല്ലേ? പ്ലാസ്മ എന്ന് പറയുന്നത് ഒരു വാട്ടറി ദ ലിക്വിഡ് മാട്രിക്സ് അല്ലേ? മറക്കൂടെ കാര്യം? ഇതിനെയാണ് നിങ്ങൾ എല്ലാവരും പറയുന്ന മറ്റൊരു പേര്. ഈ പ്ലാസ്മയാണ് നിങ്ങൾ എല്ലാവരും ആശുപത്രി ഹോസ്റ്റൽ വർക്ക് ചെയ്യുമ്പോൾ സിറം എന്ന വേർഡ് യൂസ് ചെയ്യാറുണ്ടോ? നമ്മളെല്ലാവരും ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന വാക്ക് എന്താ? പ്ലാസ്മയെ. എല്ലാവരും ഹോസ്പിറ്റൽ പ്ലാസ്മയെ യൂസ് ചെയ്ത വാക്ക് എന്താ? സിറം അല്ലേ? പറയാറുണ്ട്. ഇനി സിറം പൊട്ടാസ്യം നോക്കണം, സിറം സോഡിയം നോക്കണം, പറയാറുണ്ടോ? ഇവിടെ സിറം സോഡിയം പൊട്ടാസ്യം പറയാറുണ്ട്. എപ്പോഴും ഹോസ്പിറ്റലിൽ സിറം പൊട്ടാസ്യം നോക്കണം, സിറം സോഡിയം നോക്കണം. അപ്പൊ സിറം എന്നാൽ ഇതിന്റെ ക്ലോട്ടിംഗ് ഫാക്ടർ ഇല്ലാത്ത പ്ലാസ്മയുടെ പേരല്ലേ സിറം? സിറം എന്നാൽ ഒരു ക്ലോട്ടിംഗ് ഫാക്ടർ ഇല്ലാത്ത പ്ലാസ്മയെ വിളിക്കുന്ന പേരല്ലേ സിറം? കംപ്ലീറ്റ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എല്ലാം എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ മിച്ചമുണ്ടാവുന്ന പ്ലാസ്മയെ സിറം എന്ന് വിളിച്ചൂടെ? എല്ലാ ക്ലോട്ടിംഗ് ഫാക്ടറിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ മിച്ചമുള്ള പ്ലാസ്മയെ എപ്പോഴും സിറം എന്നല്ലേ വിളിക്കുന്നത്? സിറം. ക്ലിയർ ആയോ? സിറം മനസ്സിലായല്ലോ? അത്രേ ഉള്ളൂ. എപ്പോഴും ഹോസ്പിറ്റൽ പറയുന്ന വാക്കാണ് സിറം. ഹോസ്പിറ്റൽ എപ്പോഴും യൂസ് ചെയ്ത വാക്കാണ് സിറം. ഇതിപ്പോ മനസ്സിലായോ? ആ സിറം എന്ന് പറയുന്നത് ഇതിന്റെ പ്ലാസ്മയാണെന്ന് മനസ്സിലായോടെ? മനസ്സിലായോടെ? മനസ്സിലായല്ലേ? എപ്പോഴും യൂസ് ചെയ്ത വാക്കാണ്. ഇനി അടുത്ത രണ്ട് കാര്യം. അടുത്തൊരു പ്ലാസ്മയുടെ കോമ്പോസിഷൻ നോക്കാം. പ്ലാസ്മയ്ക്കകത്ത് എന്തൊക്കെയുണ്ട്? പ്ലാസ്മയുടെ കോമ്പോസിഷൻ നോക്കാം. ഏറ്റവും കൂടുതൽ പ്ലാസ്മയ്ക്കകത്ത് എന്താ ഉള്ളത്? പ്ലാസ്മയ്ക്കകത്ത് ഏറ്റവും കൂടുതലുള്ള ആരാ? ചോദ്യങ്ങള് വളരെ വലിയ ചോദ്യം വരികയാണ് ഇവിടെ. അങ്ങോട്ട് ഒരുപാട് ചോദ്യം വരും.
പ്ലാസ്മയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ വാട്ടർ അല്ലേ? എത്ര പെർസെന്റേജാ? 91.5% അല്ലേ? 91.5% വാട്ടർ ആണ് അല്ലേ? അല്ലേ? ഇത് നിങ്ങൾ നേരത്തെ വേറെ എവിടെ എന്ത് പഠിച്ചു? ആകെ ബ്ലഡിന്റെ 50% ആരാ? ആകെ ബ്ലഡിന്റെ 55% ആരാ? 55. ആകെ ബ്ലഡിന്റെ ടോട്ടൽ ബ്ലഡിന്റെ 55% ആരാ? പ്ലാസ്മ. പ്ലാസ്മ അല്ലേ? ടോട്ടൽ ബ്ലഡ് എടുക്കുമ്പോൾ 55% പ്ലാസ്മ. അതേ ബ്ലഡിനകത്ത് എത്ര വാട്ടർ ഉണ്ട്? അതേ പ്ലാസ്മയ്ക്കകത്ത് എത്ര പെർസെന്റേജ് വാട്ടർ ഉണ്ട്? അതേ 55% പ്ലാസ്മയിൽ എത്ര ശതമാനം വാട്ടർ ഉണ്ട്? 91.5 അല്ലേ? 91.5 വാട്ടർ ആണ്. ശരിയല്ലേ? ഫസ്റ്റ് കാര്യം ക്ലിയർ? ഫസ്റ്റ് കാര്യം കിട്ടിയോ? കിട്ടിയോ? ഇതെപ്പോഴും തെറ്റിപ്പാറുള്ളൂ എപ്പോഴും അല്ലേ? അല്ലേ? ടോട്ടൽ ബ്ലഡിന്റെ 55% പ്ലാസ്മ. ടോട്ടൽ ബ്ലഡിന്റെ 55% പ്ലാസ്മ. അതേ പ്ലാസ്മയ്ക്കകത്ത് എത്ര വാട്ടർ ഉണ്ട്? 91.5. ഇനി ബാക്കി എന്തൊക്കെ ഉണ്ടായിരിക്കും? 91.5 വാട്ടർ ആണെങ്കിൽ ബാക്കി എന്തൊക്കെ ഉണ്ടായിരിക്കും? ബാക്കി പിന്നെ ഉണ്ടായിരിക്കും പ്ലാസ്മ പ്രോട്ടീൻസ്. പ്ലാസ്മ പ്രോട്ടീൻസ്. പ്ലാസ്മ പ്രോട്ടീൻസ് ബാക്കി 7% ആരുണ്ട്? ബാക്കി 7% പ്ലാസ്മ പ്രോട്ടീൻസ് വരുന്നുണ്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളുടെ പ്ലാസ്മ പ്രോട്ടീൻസ് വേറെ പഠിക്കുക പറഞ്ഞ ഓർമ്മയുണ്ടോ? തൊട്ട് മുൻപായിട്ട് ഫങ്ഷൻസ് പറഞ്ഞപ്പോ പ്ലാസ്മ പ്രോട്ടീൻസ് പഠിക്കുക പറഞ്ഞുണ്ടോ? ഉണ്ടോ? ഓർമ്മയുണ്ടോ? ഓർമ്മ ഉണ്ടോ? ഉണ്ട്. എന്താ പ്ലാസ്മ പ്രോട്ടീൻ? എന്തൊക്കെ ചേർന്നാൽ പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ടാകും? നോക്കാം. എന്തൊക്കെ ചേർന്നാണ് പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ടായിട്ടുള്ളത്? ആൽബുമിൻ കേട്ടോ? ആൽബുമിനും അതുപോലെ പേരുണ്ട്. ഇത് ഗ്ലോബിൻ കേട്ടോ? ആൽബുമിനും ആൻഡ് ഗ്ലോബുലിനും. ഗ്ലോബുലിനും കേട്ടോ? ആ രണ്ടും ഇത് പ്ലാസ്മ പ്രോട്ടീൻ ആണോ? ഏതൊക്കെ പ്ലാസ്മ പ്രോട്ടീൻ ഉണ്ട്? ഏതൊക്കെ പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ട്? ആൽബുമിൻ പറഞ്ഞു 54% ആൽബുമിനുണ്ട്. ആൻഡ് ഗ്ലോബുൽ എത്ര ഉണ്ടായിരിക്കും? ഗ്ലോബുൽ 38% ഗ്ലോബുലിനുണ്ട്. വേറെ നീ ഉണ്ടോ? ഫൈബ്രിനോജൻ കേട്ടോ? ഫൈബ്രിനോജൻ 7% ഫൈബ്രിനോജൻ ഉണ്ട്. ബാക്കിയെല്ലാം അതർ പ്രോട്ടീൻസ് എല്ലാം കൂടെ ചേർത്ത് 1% ഉണ്ട്. നോക്കാം ഇന്ന് പ്ലാസ്മയുടെ കോമ്പോസിഷൻ നോക്കാലോ. ഇനി പ്ലാസ്മയുടെ കോമ്പോസിഷൻ നോക്കാം. 91.5% വാട്ടർ എന്ന് പറഞ്ഞു. 7% പ്ലാസ്മ പ്രോട്ടീൻ എന്ന് പറഞ്ഞു. ഇലക്ട്രോലൈറ്റ് ഉണ്ടോടെ? ഇലക്ട്രോലൈറ്റ് ഉണ്ടോ? ഇലക്ട്രോലൈറ്റ് വേറെ ഇലക്ട്രോലൈറ്റ് ഉണ്ടോ? ഇലക്ട്രോലൈറ്റ് ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. അന്ന് ഗ്യാസസ് ഉണ്ടോ? ഗ്യാസ് ഉണ്ടോ? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിലെ വേറെ ഗ്യാസ് അധികം ഉണ്ടോ? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിലെ വേറെ ഗ്യാസ് അധികം ഉണ്ടോ? ഒരു ചെറിയ എമൗണ്ടിൽ ആരുണ്ട്? വളരെ ചെറിയ എമൗണ്ടിൽ ആരും കൂടെ ഉണ്ടായിരിക്കും? നൈട്രജൻ ഉണ്ട്. നൈട്രജൻ വളരെ സ്മാൾ ക്വാണ്ടിറ്റിയിൽ നൈട്രജൻ കൂടി ഉണ്ട്. അപ്പൊ ഗ്യാസസ് ആയി. ബാക്കി എല്ലാം പറഞ്ഞു. ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്. ഇനി ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടോ? പ്ലാസ്മയ്ക്കകത്ത് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടോ? ഏതൊക്കെ ഇലക്ട്രോലൈറ്റ്സ്? അവിടെയാണ് നിങ്ങൾ എപ്പോഴും പറയുന്ന വാക്ക്. ഇൻ ദ സിറം സോഡിയം നോക്കണം, ആൻഡ് പൊട്ടാസ്യം നോക്കണം, കാൽഷ്യം നോക്കണം, ആൻഡ് ക്ലോറിൻ നോക്കണം. അവിടെ എല്ലാം എപ്പോഴും ഇത് സിറം വാക്ക് യൂസ് ചെയ്യാറുണ്ടോ? എപ്പോഴും ഹോസ്റ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ സിറം സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, ഇത് ക്ലോറിൻ ഉണ്ടോ? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഇതെല്ലാം പറഞ്ഞു. ഇലക്ട്രോലൈറ്റ്സും പറഞ്ഞു. ആൻഡ് ന്യൂട്രിയൻസ് ഉണ്ട് പ്ലാസ്മയ്ക്കകത്ത്. ഏതൊക്കെയുണ്ട്? ഗ്ലൂക്കോസ് ഉണ്ട്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ് ഉണ്ട് അല്ലേ? ഇത്രയും ന്യൂട്രിയൻസ് ഉണ്ട്. ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ് ആൻഡ് ഫാറ്റി ആസിഡ് ഉണ്ട്. ഇനി ഹോർമോൺസ് ഉണ്ടോ? ഇതേ പ്ലാസ്മയ്ക്കകത്ത് ഹോർമോൺസ് ഉണ്ടോ? ഉണ്ടല്ലേ? ഹോർമോൺസ് ഉണ്ടല്ലേ? ഹോർമോൺസ് ഉണ്ട്. ഹോർമോൺസ് ഉണ്ട്. ആൻഡ് വേസ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടോ? വേസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടോ? ലൈക്ക് യൂറിയ, യൂറിക് ആസിഡ് ആൻഡ് ദ ബിലിറൂബിൻ. യെസ്.
അപ്പോൾ പ്ലാസ്മ എടുത്തു കഴിഞ്ഞാൽ പ്ലാസ്മ എന്നത് ടോട്ടൽ ബ്ലഡിന്റെ എത്രയാണ്? 55% എന്താ? പ്ലാസ്മ അല്ലേ? ടോട്ടൽ ബ്ലഡിന്റെ 55% പ്ലാസ്മയാണ്. അതിൽ എത്ര വാട്ടർ ഉണ്ട്? 91.5% വാട്ടറാണ്. അതുപോലെ ഇന്ന് 7% പ്രോട്ടീൻ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആരാത്? ഇത് പ്രോട്ടീൻ ആരാ ഏറ്റവും കൂടുതൽ ഉള്ളത്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രോജൻ. പ്രോട്ടീൻ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രോജൻ, 3 പേരല്ലേ പ്രോട്ടീൻസ്. അത് ഗ്യാസസ് പറഞ്ഞു, ഇലക്ട്രോലൈറ്റ്സ് പറഞ്ഞു, അത് ന്യൂട്രിയൻസ് പറഞ്ഞു, ഹോർമോൺസ് പറഞ്ഞു, വേസ്റ്റ് പ്രോഡക്ട്സ് പറഞ്ഞു. ഇതെല്ലാം കൂടി ചേർന്നാണ് പ്ലാസ്മ ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ ആയോടെ? പ്ലാസ്മ ക്ലിയർ ആയോടെ? ഞാൻ പ്ലാസ്മ പറഞ്ഞോളൂ. പ്ലാസ്മ ഓർമ്മയുണ്ടോ? പ്ലാസ്മ പറഞ്ഞു, പ്ലാസ്മ പ്രോട്ടീൻ പറഞ്ഞു. പ്ലാസ്മയ്ക്കകത്ത് പ്ലാസ്മ പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ പ്ലാസ്മ പ്രോട്ടീൻ? നോക്കാം. എന്താ പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞ എന്താ? എന്താ പ്ലാസ്മ പ്രോട്ടീൻ? ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. എത്ര പെർസെന്റേജാ? ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. ജസ്റ്റ് ഒരു 5 സെക്കൻഡ് ആയേ ഉള്ളൂ. എത്ര പെർസെന്റേജ് ഉണ്ട്? എത്ര പെർസെന്റേജ് ഉണ്ട് പ്ലാസ്മ പ്രോട്ടീൻ? 7 അല്ലേ? 7. പറ. അതായത് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എത്ര പ്ലാസ്മ പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞു. തൊട്ട് മുൻപ് 5-10 സെക്കൻഡ് ആയതേ ഉള്ളൂ. എത്ര ഇമ്പോർട്ടന്റ് ഉണ്ടെന്ന് പറഞ്ഞു പ്ലാസ്മ പ്രോട്ടീൻ? 3 പേരതൊക്കെയാ. ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ അല്ലേ? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. അവിടെ നിന്നും പ്ലാസ്മ പ്രോട്ടീൻസ് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം പറയാമോ? എപ്പോഴും ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ഒരാൾക്ക് ഇവിടെ നിന്ന് ചോദ്യം ചോദിക്കുന്നത് നോർമൽ വാല്യൂസിൽ നിന്നാണ്. ഞാൻ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നത് ചോദ്യം നോർമൽ വാല്യൂസ് ആണ്. ആരെങ്കിലും എവിടെയെങ്കിലും പ്രീവിയസ് ആയിട്ട് ആൽബുമിന്റെ നോർമൽ വാല്യൂ എത്രയാ കേട്ടിട്ടുണ്ടോ? പ്രീവിയസ് ആയിട്ട് ഇവിടെ നിന്ന് ആൽബും എവിടെ പോയി? കേൾക്കാമല്ലോ? ഇപ്പൊ കേൾക്കാമല്ലോ? യെസ്, ഓഡിയബിൾ അല്ലേ? യെസ്, കേൾക്കാം. നോക്കാം. പ്ലാസ്മ പ്രോട്ടീൻസ് നോക്കാം. പ്ലാസ്മ പ്രോട്ടീൻസ് പറയുമ്പോൾ ടോട്ടൽ പ്ലാസ്മയുടെ 7% എന്ന് പറഞ്ഞല്ലേ? ടോട്ടൽ പ്ലാസ്മ എടുക്കുമ്പോൾ അതിൽ 7% എന്ന് പറഞ്ഞു. ടോട്ടൽ പ്ലാസ്മയിൽ 7%-ഓളം ആരുണ്ടെന്ന് പറഞ്ഞു? പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ടോട്ടൽ പ്ലാസ്മയുടെ 7%-ഓളം പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് 3 തരത്തിലുള്ള പ്ലാസ്മ പ്രോട്ടീൻസ് ആണ്. എപ്പോഴും നമുക്ക് ഇമ്പോർട്ടന്റ് ആയി 3 തരത്തിലുള്ള പ്ലാസ്മ പ്രോട്ടീൻസ് ആണ് ഉള്ളത്. ഏതൊക്കെയാ? ഫസ്റ്റ് ഈസ് ആൽബുമിൻ. നോക്കാം. ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം ആൽബുമിനെ കുറിച്ച് നോക്കാം. ആൽബുമിനാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള ആൾ കേട്ടോ. നിങ്ങൾ എന്ത് പഠിച്ചാലും ആൽബുമിൻ എപ്പോഴും മേജർ പ്ലാസ്മ പ്രോട്ടീൻ ആണ്. ആൽബുമിൻ അത് എവിടെ സിന്തസിസ്? ഇവിടെ ആൽബുമിന്റെ സിന്തസിസ് ബോഡിയിൽ എവിടെയാ? അത് ഏത് ഓർഗനാ? ആൽബുമിന്റെ സിന്തസിസ് ബോഡിയിൽ ഏത് ഓർഗനാ? ലിവർ. ചോദിക്കും. ലിവർ ആണ് എപ്പോഴും ആൽബുമിൻ സിന്തസിസ്. മറക്കരുത്, ചോദിക്കും. പ്രീവിയസ് ചോദ്യമാണ്. ലിവർ ആണ് എപ്പോഴും ആൽബുമിൻ സിന്തസിസ് ചെയ്യുന്നത്. കുറിച്ചിട്ട് ചോദിക്കും. ഞാൻ പറഞ്ഞാണ് ഇത് കുറിച്ചിട്ട് ചോദിക്കും. ലിവർ ആണ് എപ്പോഴും ആൽബുമിൻ സിന്തസിസ് ചെയ്യുന്നത്. സിന്തസിസ് ആണ് കേട്ടോ. സിന്തസിസ് ചെയ്ത് ചോദിക്കും. ഇവിടെ ആൽബുമിൻ സിന്തസിസ് ആരാ? ലിവർ. ഇനി അടുത്ത ചോദ്യം, നോർമൽ ആൽബുമിൻ ലെവൽ എത്രയാ? ചോദ്യം കണ്ടുണ്ടായിരിക്കും. 3.5 തൊട്ട് ഒരു 5 എന്താണ്? ഇത് ഡെസിലിറ്റർ അല്ലേ? 5. ബാക്കിയോടെ എന്തുണ്ടാ?
ഡെസിലിറ്റർ അല്ലേ? ഡെസിലിറ്റർ ആണോ? ആണോ? ഗ്രാം പെർ ഡെസിലിറ്റർ ആണോ? ഗ്രാം പെർ ഡെസിലിറ്റർ ആണോ? ഗ്രാം പെർ ഡെസിലിറ്റർ ആണോ? 3.5 തൊട്ട് 5 വരെ ഗ്രാം പെർ ഡെസിലിറ്റർ ആണോ? ഓർ mg/dl ആണോ? ക്വസ്റ്റ്യൻ ഓപ്ഷനകത്ത് അതുകൊണ്ടായിരിക്കും. mg/dl ആണോ ഓർ ഗ്രാം പെർ ഡെസിലിറ്റർ ആണോ? ചോദ്യം അവിടെയുണ്ട്, അവിടെയുണ്ട്, അവിടെ ചോദിക്കും. ഗ്രാം പെർ ഡെസിലിറ്റർ ആണോ ഓർ mg/dl ആണോ? ഗ്രാം പെർ ഡെസിലിറ്റർ. ഇത് മറക്കും. ഏതൊരു എക്സാം ഉണ്ടായിരുന്നു, ഏതൊരു എക്സാമിന് പറഞ്ഞ ഇത് വാല്യൂസ് തന്നിട്ട്, വാല്യൂസ് കൃത്യം തന്നിട്ട് പക്ഷെ മാറ്റിയത് എവിടെയാ? ഈ പറഞ്ഞ ഏറ്റവും അവസാനം വരുന്ന മാറ്റില്ലേ? mg/dl ഉണ്ടായിരുന്നു, ഗ്രാം പെർ ഡെസിലിറ്റർ ഉണ്ടായിരുന്നു. ഒന്ന് കൺഫ്യൂഷൻ ആക്കില്ലേ? ഒന്ന് കൺഫ്യൂഷൻ ആയി പോയില്ലേ? ഒന്ന് കൺഫ്യൂഷൻ ആകില്ലേ ആ സമയത്ത്? ആ ആ മറക്കരുതേ, ആൽബിൻ നോർമൽ വാല്യൂ ചോദിച്ചാൽ 3.5 തൊട്ട് 5 വരെ. ഞാൻ ഒരു കാര്യം വീണ്ടും വീണ്ടും പറയാൻ കാരണം സ്പോട്ടിൽ തന്നെ നിങ്ങൾ ഇത് മാറ്റി ഈ പറഞ്ഞ സ്റ്റോർ ചെയ്യാൻ വേണ്ടി കേട്ടോ. വീണ്ടും വീണ്ടും പറയുന്ന കാര്യം അപ്പൊ സ്റ്റോർ ചെയ്യണം, സ്റ്റോർ ചെയ്യുന്നു. ഇത്രയും നോർമൽ വാല്യൂ 3.5 തൊട്ട് 5 വരെ അല്ലേ? 3.5 തൊട്ട് 5 വരെ. മറക്കോ കാര്യം? മറക്കും, മറക്കില്ല. ആൽബുവിനായി അടുത്താരുണ്ട്, ആൽബൂർ ഉണ്ടെന്ന് പറഞ്ഞു. സെക്കൻഡ് ആരുണ്ട്? ഗ്ലോബൽ ഉണ്ടെന്ന് പറഞ്ഞല്ലേ? ഗ്ലോബൽ 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 ഗ്ലോബൽ. ഇതും പ്ലാസ്മ പ്രോട്ടീൻ അല്ലേ? ഇതും പ്ലാസ്മ പ്രോട്ടീൻ അല്ലേ? ഇത് ഗ്ലോബലിന് എപ്പോഴും പ്ലാസ്മ പ്രോട്ടീൻ ആണ്. അപ്പോൾ അറിയേണ്ട കാര്യം നോർമൽ വാല്യൂ എത്രയാ, നോർമൽ ലെവൽ എത്രയാ, അല്ലെങ്കിൽ നോർമൽ വാല്യൂ എത്രയാ. 1.5 തൊട്ട് 2.5 അല്ലേ? 1.5 തൊട്ട് 2.5 ഗ്രാം പെർ ഡെസിലിറ്റർ ആണ് നോർമൽ വാല്യൂ ഗ്ലോബൽ എന്ന് മറക്കരുത്. ചോദിക്കും നോർമൽ വാല്യൂ അത് ഗ്ലോബൽ ചോദിച്ചാൽ 1.5 തൊട്ട് 2.5 ഗ്രാം പെർ ഡെസിലിറ്റർ ആണ് നോർമൽ ആയിട്ടുള്ളത്. ഈ ഗ്ലോബൽ പല സ്ഥലങ്ങളില്ലേ? ഉണ്ടോ? ഉണ്ട്. ഈ ഗ്ലോബൽ പല സ്ഥലങ്ങളുണ്ട്. ഈ ഇവൻ കാണുന്ന എവിടെയാ? ഇത് ഹീമോഗ്ലോബിനകത്താണോ? ഇത് ഹീമോഗ്ലോബിനകത്ത് ഗ്ലോബിൽ നോക്കിയാൽ നമുക്ക് എത്ര ടൈപ്പ് കാണും? ഹീമോഗ്ലോബിൽ നോക്കുമ്പോഴേ നമ്മുടെ ഹീമോഗ്ലോബിനകത്ത് ഇന്ന് ഗ്ലോബിൽ എത്ര ടൈപ്പ് ഉണ്ട്? 4 ടൈപ്പ് ഉണ്ട്. ഉണ്ടോ? 4 ഉണ്ടോ? 4 ഹീമോഗ്ലോബിനകത്ത് ഗ്ലോബിൽ നോക്കിയാൽ 4 ടൈപ്പ് ഓഫ് ദ ഗ്ലോബിൽ ഉണ്ട്. പേരറിയാമോ? α1 ഗ്ലോബിൽ നിന്നും, α1 ഗ്ലോബിൽ നിന്നും, α2 ഗ്ലോബിൽ നിന്നും, ബീറ്റ ഗ്ലോബിൽ നിന്നും, ഗാമ ഗ്ലോബിലും ഉണ്ട്. ശരിയല്ലേ? 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 അപ്പൊ എത്ര ടൈപ്സ് ഗ്ലോബിലുണ്ട്? പറഞ്ഞു എത്ര ടൈപ്സ് ഗ്ലോബിലുണ്ട്? 4 അല്ലെ? 4 പേര് ഏതൊക്കെയാ? α1, α2 ബീറ്റ ഗാമ. ആൽഫയും ബീറ്റയും ഗാമയും അല്ലെ? ആൽഫ ബീറ്റ പഠിക്കലേ പോലെ. ആൽഫ 1, 2, ആൽഫ 1, 2 ഉണ്ട്. സൗണ്ട് ഉണ്ടോ? സൗണ്ട് ഉണ്ടോ? വോയിസ് ഉണ്ടോ? ഉണ്ടല്ലോ, ഉണ്ടല്ലോ. ഇവിടെ ഒരു പ്രീവിയസ് ചോദ്യം ഉണ്ടായിരുന്നു. ഈ 4 ആരാണ് ഇമ്മ്യൂണോഗ്ലോബിനായിട്ട് മാറുന്നവരാണ്? ഈ 4 പേരിൽ പിന്നെ ആരാണ് ഇമ്മ്യൂണോഗ്ലോബിനായിട്ട് മാറുന്ന ഗ്ലോബിനാരാ? ഈ 4 പേരിൽ ആരാണ്? പ്രീവിയസ് ചോദ്യമാണ്. ഞാൻ ഈ പറഞ്ഞ 4 പേരില്ലേ? α1 പറഞ്ഞു, α2 പറഞ്ഞു, ബീറ്റ പറഞ്ഞു, ഗാമ പറഞ്ഞു. 4 പേരിൽ ആരാണ് പിന്നെ ഇമ്മ്യൂണോഗ്ലോബിനായി മാറുന്ന ഗ്ലോബിൻ ആരാണ്? അതാ ചോദ്യം. 4 പേരിൽ ആരായിരിക്കും?
ആരടി ആരാ? എന്ത് ഗാമയല്ലേ? 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 അപ്പോൾ 4 തരത്തിലുള്ള ഗ്ലോബുൽസ് ഉണ്ട്. 4 തരത്തിലുള്ള ഗ്ലോബുൽസ് ഉണ്ട്. ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം ഗ്ലോബിൽ ആര് പ്രൊഡ്യൂസ് ചെയ്യും? ഫസ്റ്റ് ചോദ്യം അതാണ്. ഇത് ഗ്ലോബിൽ ആര് പ്രൊഡ്യൂസ് ചെയ്യും? ലിവർ ആണോ? കിഡ്നി ആണോ? പാങ്ക്രിയാസ് ആണോ? എവിടെയാ? ആര് പ്രൊഡ്യൂസ് ചെയ്യും? ലിവർ. അടുത്ത ചോദ്യം. இந்த ലിവർ പ്രൊഡ്യൂസ് ചെയ്യാത്ത ഇമ്മ്യൂണോഗ്ലോബുലിൻ ആരാ? இந்த ലിവർ പ്രൊഡ്യൂസ് ചെയ്യാത്ത ആളാണ് ഇതിൽ 4 പേരിൽ ലിവർ പ്രൊഡ്യൂസ് ചെയ്യാത്ത ആരാ? 4 പേരിൽ ലിവർ പ്രൊഡ്യൂസ് ചെയ്യാത്ത ആരാ? ആരാണ്? ആരാടെ? ആരാ ലിവർ പ്രൊഡ്യൂസ് ഇറങ്ങിയുണ്ടോ? ലിവർ പ്രൊഡ്യൂസ് ഇറങ്ങിയുണ്ടോ? ലിവർ ഇറങ്ങിയുണ്ടോ? ആൽഫയാണോ? ബീറ്റയാണോ? ഗാമയാണോ? ഗാമയല്ലേ? അല്ലേ? ആ, അവിടെ അറിയേണ്ട കാര്യം വേറെ ഒന്നുമില്ല. ഈ ആന്റിബോഡീസ് ഉണ്ടാക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുൽസ് ഒഴികില്ലേ, നമ്മുടെ ബോഡിക്കകത്ത് ആന്റിബോഡീസ് ഉണ്ടാക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുൽസ് ഒഴികെ ബാക്കിയെല്ലാം ആരാ സിന്തസിസ് ചെയ്യുന്നത്? ആന്റിബോഡീസ് ഉണ്ടാക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുൽ ഒഴികെ ബാക്കിയെല്ലാം ആര് സിന്തസിസ് ചെയ്യും? ലിവർ അല്ലേ? ഇമ്മ്യൂണോഗ്ലോബുൽ ഒഴികെ ആന്റിബോഡീസ് ഉണ്ടാക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുൽസ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഗ്ലോബുലിനും ആരുണ്ടാക്കും? ലിവർ അല്ലേ? യെസ്, ഇത്രയും ക്ലിയർ ആയി? യെസ് ഓർ നോ? ഇത്രയും ക്ലിയർ ആയല്ലോ? യെസ്. ആൽബുമിൻ പഠിച്ചു, ഗ്ലോബുലിൻ പഠിച്ചു. ഇനി ആരുണ്ട്? ആൽബുമിൻ പഠിച്ചു, ഗ്ലോബുലിൻ പഠിച്ചു. അടുത്ത 3ാമത്തെ ടൈപ്പ് ആരാ? പ്ലാസ്മ പ്രോട്ടീൻ, ഫൈബ്രിനോജൻ അല്ലേ? ഫൈബ്രിനോജൻ ഇത് അധികം കേൾക്കാത്ത പേരല്ലേ എപ്പോഴും? അത് ശരിയല്ലേ? ഇത് അധികം എപ്പോഴും പഠിക്കാതെ പോകുന്ന കാര്യമില്ലേ? ഫൈബ്രിനോജൻ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഇഷ്ടമില്ല അല്ലേ? ഫൈബ്രിനോജൻ, ആ പേരിനോട് തന്നെ ഒരു ഇഷ്ടക്കുറവുണ്ട് എല്ലാവർക്കും. ഉണ്ടോടെ? സത്യം പറ. ഫൈബ്രിനോജൻ സംഭവം എന്തായിരിക്കും? എന്താ? എത്ര ഇത് നോർമൽ ലെവൽ എത്ര? നോർമൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈബ്രിനോജന്റെ ഇത് നോർമൽ ലെവൽ എന്ന് പറയാൻ എത്രയാ? ഫസ്റ്റ് ചോദ്യം അതാണ്. ഫൈബ്രിനോജന്റെ ഇത് നോർമൽ ലെവൽ ചോദിക്കും. സെക്കൻഡ് ചോദ്യം എന്തിന് സഹായിക്കും? 3ാമത് ചോദ്യം സിന്തസിസ് ചെയ്യുന്നവരാ. 3 ചോദ്യങ്ങളാണ് ഫൈബ്രിനോജനിൽ നിന്ന് വരുന്നത്. എപ്പോഴും ഫൈബ്രിനോജനിൽ നിന്ന് 3 ചോദ്യം വരും. ആര് സിന്തസിസ് ചെയ്യും? ഫങ്ഷൻ എന്തായിരിക്കും ഫങ്ഷൻ? അതിന്റെ നോർമൽ വാല്യൂ എത്രയാ? 3 ചോദ്യം. ആര് സിന്തസിസ് ചെയ്യുടെ? ലിവർ ആണോ? ഓർ കിഡ്നി ആണോ? പാങ്ക്രിയാസ് ആണോ? ലിവർ ആണോ? കിഡ്നി ആണോ? പാങ്ക്രിയാസ് ആണോ? ഫൈബ്രിനോജൻ സിന്തസിസ് ചെയ്യുന്നത് ആരാ? ലിവർ. അവിടെയാണ് ഞാൻ ഒരു ചോദ്യം പറഞ്ഞു തന്നത്. ഇമ്മ്യൂണോഗ്ലോബുലിൻ ഒഴികെയുള്ള ബാക്കി എല്ലാ പ്രോട്ടീൻസ് ആരുണ്ടാക്കും? ഇമ്മ്യൂണോഗ്ലോബുലിൻ ഒഴികെയുള്ള ബാക്കി എല്ലാ പ്രോട്ടീൻസ് ആരുണ്ടാക്കും? ഞാൻ നേരത്തെ ചോദ്യം പറഞ്ഞു. ഇമ്മ്യൂണോഗ്ലോബുലിൻ ഒഴികെയുള്ള ബാക്കി എല്ലാ പ്രോട്ടീൻസ് ആരുണ്ടാക്കും? ലിവർ ഉണ്ടാക്കും അല്ലേ? ആൽബുമിൻ ആയാലും ഗ്ലോബുലിൻസ് ആയാലും ഫൈബ്രിനോജൻ ആൽബുമിൻ ആയാലും ഗ്ലോബുലിൻ ആയാലും ഫൈബ്രിനോജൻ ആയാലും എല്ലാവരും ഉണ്ടാക്കും? ലിവർ ഉണ്ടാക്കും. പക്ഷെ ലിവർ ഉണ്ടാക്കാത്ത ഒരൊറ്റ ആളാരാ? ഇമ്മ്യൂണോഗ്ലോബുൽസ് എന്ന് പറയുമ്പോൾ ആരാ? ഗാമയല്ലേ? ഗാമ നേരത്തെ പറഞ്ഞു. ആൽഫ 1, ആൽഫ 2, ഗാമ, ബീറ്റ പറഞ്ഞ ഓർമ്മയുണ്ടല്ലേ? അപ്പൊ ഇമ്മ്യൂണോഗ്ലോബുലിനായ ഗാമ ഒഴികെ ബാക്കിയെല്ലാം ലിവർ എപ്പോഴും ഉണ്ടാക്കും. അപ്പോൾ ഫൈബ്രിനോജനും ഉണ്ടാക്കുന്ന ആരായിരിക്കും? ലിവർ ആണ്. നോർമൽ ലെവൽ എത്രയാ? 150 തൊട്ട് 300 mg/dl. എത്രയാ നോർമൽ വാല്യൂ? നോർമൽ ലെവൽ ഓഫ് ഫൈബ്രിനോജൻ 150 തൊട്ട് 300 mg/dl ആണ്. mg/dl ആണ്. ഇത് മറക്കോ?
ഇത്ര മറക്കോ? ഇല്ലല്ലോ. മറക്കോ? ഇല്ല. വീണ്ടും ഞാൻ നേരത്തെ പറയാൻ വിട്ടൊരു കാര്യമാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഒരു കാര്യം കൂടെ അറിയണം. നമ്മുടെ ബോഡിയിലുള്ള ഇൻ ദ ടോട്ടൽ പ്രോട്ടീൻ ലെവൽ എത്രയാ? ബോഡിയിലുള്ള ടോട്ടൽ പ്രോട്ടീൻ ലെവൽ എത്രയാ? ഇൻ ദ ബ്ലഡ്, ബ്ലഡിനകത്തുള്ള ടോട്ടൽ പ്രോട്ടീൻ. ചോദ്യം വരും കേട്ടോ. ഇത് കഴിഞ്ഞൊരു എക്സാമിന് NC എക്സാമില് അറിയാമോ? സ്റ്റാഫ് നേഴ്സ് NC എക്സാം കേട്ടോ? NC എക്സാം കേട്ടിട്ടുണ്ടോ? സ്റ്റാഫ് നേഴ്സ് NC എക്സാം കേട്ടിട്ടുണ്ടോ? സ്പെഷ്യൽ കാറ്റഗറി കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? അവിടെ ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇൻ ദ ടോട്ടൽ പ്രോട്ടീൻ ലെവൽ ഇൻ ദ ബ്ലഡ് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അറിയാമോ ആരെങ്കിലും? ഇത് ബ്ലഡിനകത്തുള്ള ടോട്ടൽ പ്രോട്ടീന്റെ അളവ് എത്രയാണ്? ഇത് ബ്ലഡിനകത്തുള്ള ടോട്ടൽ പ്രോട്ടീന്റെ അളവ് എത്രയാണ്? 6.4 തൊട്ട് 8.3 ഇത് ഗ്രാം പെർ ഡെസി ലിറ്റർ ആണ്. 6.4 തൊട്ട് 8.3 ഇത് ഗ്രാം പെർ ഡെസി ലിറ്റർ ആണ്. ഇതിനകത്തുള്ള കാര്യമല്ലേ ആൽബുമിനും ഗ്ലോബുലിനും ഫൈബ്രിനോജനും? ശരിയല്ലേ? ഒരു ടോട്ടൽ പ്രോട്ടീനകത്തുള്ള കാര്യങ്ങളല്ലേ ആൽബുമിനായാലും ഗ്ലോബുലിനായാലും ഫൈബ്രിനോജനായാലും? ശരിയാണല്ലോ? യെസ് ഓർണോ? ടോട്ടൽ പ്രോട്ടീൻസിനകത്തുള്ള സംഭവമല്ലേ ആൽബുമിനും ഗ്ലോബുലിനും ഫൈബ്രിനോജനും? അപ്പൊ ഞാൻ ഇവിടെ മൊത്തം 4 ചോദ്യമുണ്ട്. 4 ചോദ്യം പറഞ്ഞുതരാം. ഇതിന്റെ ബ്ലഡിനകത്തുള്ള ടോട്ടൽ പ്രോട്ടീന്റെ അളവ് എത്രയാ? നോർമൽ ദ പ്രോട്ടീൻ ലെവൽ ഇൻ ദ ബ്ലഡ് എത്രയാ? ആൻസർ പറയും. നോർമൽ ദ പ്രോട്ടീൻ ലെവൽ ഇൻ ബ്ലഡ്. നോർമൽ പ്രോട്ടീൻ ലെവൽ ഇൻ ദ ബ്ലഡ് എത്രയാ? 6.4 തൊട്ട് 8.3. 6.4 തൊട്ട് 8.3. അവിടെ വീണ്ടും ഒരു ചോദ്യമുണ്ട്. ഇതിനകത്താണ് ആൽബുമിൻ വരുമെന്ന് പറഞ്ഞു. എങ്കിൽ ആൽബുമിന്റെ നോർമൽ വാല്യൂ എത്രയാണ്? പറഞ്ഞെന്ന കാര്യമാണ്. ടോട്ടൽ പ്രോട്ടീനകത്ത് ആൽബുമിൻ വരുന്നത് പറഞ്ഞു. എത്രയാണ്? 3.5 തൊട്ട് 5 വരെ അല്ലേ? 3.5 തൊട്ട് 5 വരെയാണ് ആൽബുമിൻ ഉള്ളത്. ഗ്ലോബലിന് എത്രയാ? ഗ്ലോബൽ 1.5 തൊട്ട് 2.5 അല്ലേ? 1.5 തൊട്ട് 2.5 വരെ ഗ്ലോബലിനും പറഞ്ഞു. ഫൈബ്രിനോജൻ എത്രയാ? 150 തൊട്ട് 300 mg/d അല്ലേ? മൊത്തം 4 വാല്യൂസ്. 4 പേരിൽ ഒരു വാല്യൂ ചോദിക്കും. 4 വാല്യൂസ് പറഞ്ഞു. സിമ്പിളായി പഠിക്കുന്ന കാര്യമാണ്. ഇനി ഏറ്റവും വലിയ വാല്യൂ ആരാ? ഏറ്റവും വലുതാരാ? 150 തൊട്ട് 300 ആരായിരിക്കും? അപ്പൊ ഇങ്ങനെ പഠിക്കുക. 150 തൊട്ട് 300 ആരാ? ഫൈബ്രിനോജൻ. ശരിയല്ലേ? 150 തൊട്ട് 300 ആരാ? ഫൈബ്രിനോജൻ. അടുത്ത ഏറ്റവും അളവ് കുറവുള്ള ആരാ? അളവ് കുറവുള്ള 1.5 തൊട്ട് 2.5 ആരായിരിക്കും? കുറവുള്ള ആരാ? ഗ്ലോബൽ കുറവല്ലേ? ആൽബുമിൻ എത്രയാ? 3.5 തൊട്ട് 5. ഈ പറഞ്ഞ 3 പേരും വരുന്നത് എവിടെയാ? ഈ പറഞ്ഞ 3 പേരും വരുന്നത് ടോട്ടൽ പ്രോട്ടീനകത്തല്ലേ? 3 പേരും ഫൈബ്രിനോജനായാലും ആൽബുമിനായാലും ഗ്ലോബലിനും വരുന്നത് എവിടെയാ? ടോട്ടൽ പ്രോട്ടീനകത്തല്ലേ? എങ്കിൽ ദ ടോട്ടൽ പ്രോട്ടീൻ ലെവൽ എത്രയാ? 3 പേരും വരുന്ന ആൽബുമിനും ഗ്ലോബലിനും ഫൈബ്രിനോജനും വരുന്ന ടോട്ടൽ പ്രോട്ടീൻ ലെവൽ എത്രയാ? ഇൻ ദ ബ്ലഡ് 6.4 തൊട്ട് 8.3. ക്ലിയർ ആയോ? ഇത് ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇത് നോർമൽ ആൽബുമിനും ഗ്ലോബലിനും റേഷ്യോ ചോദിക്കും. നോർമൽ ആൽബുമിനും ഗ്ലോബലിനും റേഷ്യോ ചോദിക്കും. 2:1 അല്ലേ? ഇതുപോലെ വേറെ ഏതോ ഒരു 2:1 പ്രീവിയസ് ചോദ്യം ഉണ്ടായിരുന്നു. അത് നമ്മൾ പീഡിയാട്രിക് പഠിക്കുന്ന വാല്യൂ ആണ്. ആർക്കും അറിയാം? ഇത് 2:1 വരുന്ന ഒരു വാല്യൂ നമ്മൾ പീഡിയാട്രിക് പഠിക്കും. ഇത് റെസിത്തോസ് പിഞ്ചോമിൻ റേഷ്യോ അവിടെ LS റേഷ്യോ ആണെങ്കിൽ LS റേഷ്യോ ഓർമ്മയുണ്ടോ? LS റേഷ്യോ ഇത് ലെസിത്തോസ് പിഞ്ചോമിൻ റേഷ്യോ കേട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലേ? ഞാൻ കറക്റ്റ് പറഞ്ഞ അത് പീഡിയാട്രിക് പഠിക്കും കേട്ടോ. ഇത് ഇവിടെ വരുമ്പോൾ ബ്ലഡ് എടുക്കുമ്പോൾ നോർമൽ ആൽബുമിൻ ഗ്ലോബിൻ റേഷ്യോ 2:1 ആണ് അല്ലേ? എപ്പോഴും ഗ്ലോബലിന്റെ നേരെ ഇരട്ടി ആരുണ്ടായിരിക്കും? എപ്പോഴും ഗ്ലോബലിന്റെ നേരെ ഇരട്ടി ആരാ? ആൽബുമിൻ അല്ലേ? എപ്പോഴും ഗ്ലോബലിന്റെ നേരെ ഇരട്ടി ആരാ? ആൽബുമിൻ ഉണ്ട്. ഇതുവരെ പറഞ്ഞ കാര്യം ക്ലിയർ ആയോ?
ആർക്കെങ്കിലും ഒരു 5 മിനിറ്റ് ബ്രേക്ക് വേണം. 5 മിനിറ്റ് ബ്രേക്ക് വേണം. സമയം 10:35. 5 മിനിറ്റ് ബ്രേക്ക് വേണം. യെസ്. സമയം 10:35. കറക്റ്റ് 10:40 വരെ ബ്രേക്ക് എടുത്തു. 10:40 വരെ ബ്രേക്ക് എടുത്തു. 5 മിനിറ്റ് പോയിട്ട് വരാം. ഓക്കെ ഓക്കെ. 5 മിനിറ്റ് ബ്രേക്ക്. 5 മിനിറ്റ്. 40 വരെ പോട്ടു.
സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. സമയം കണ്ടോ? സമയം കണ്ടോ? കറക്റ്റ് 10:40 അല്ലേ? 40 കണ്ടു. ഞാൻ 40 എന്ന് പറഞ്ഞു. 40 വരും. സ്റ്റാർട്ട് ചെയ്യാം. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു വോയിസ് കേൾക്കാൻ ഇപ്പോഴും എല്ലാവർക്കും? യെസ്. ഇത് മുമ്പ് ഇത്രയും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇത് മുമ്പ് ഇത്രയും ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ഉണ്ടോ? ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഞാൻ ഇത്രയും ഡെപ്ത് പഠിപ്പിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു എക്സാം ഇല്ലല്ലോ. ഇനി വേറെ എക്സാം ഇല്ല. ഇനി അടുത്ത മുന്നിൽ 2 വർഷത്തേക്ക് വെറുതെ ഇരിക്കേണ്ടി വരും ഇല്ലേ? 2 വർഷത്തേക്ക് இந்த മനസ്സും അടുത്ത് ചെയ്യുന്ന ജോലി മടുത്തിരിക്കണ്ടേ? 2 വർഷത്തേക്ക് എല്ലാവരും இந்த മനസ്സും അടുത്ത് ടെമ്പററി ജോലി ആയാലും ആൻഡ് അബ്രോഡ് ആയാലും ആൻഡ് NHM ആയാലും NRSM ആയാലും ടെമ്പററി ആയി ബാക്കിയുള്ള മുന്നിൽ ഇരിക്കണ്ടേ? ടെമ്പററി ആയിട്ട് ഇവിടെ ബാക്കിയുള്ള ആൾക്കാരുടെ മുന്നിൽ നിൽക്കണ്ടേ? നിങ്ങളുടെ കൂട്ടുകാര് പറഞ്ഞ എന്ത് പെർമനന്റ് ആയിട്ട് ജോലി കയറുന്ന അതേ ഹോസ്പിറ്റലായിരിക്കും ചിലപ്പോൾ നിങ്ങളുള്ളത്. ആലോചിക്ക്, നിങ്ങളുടെ കൂട്ടുകാര് പെർമനന്റ് പോസ്റ്റിൽ ഇരിക്കുന്ന ഹോസ്പിറ്റലായിരിക്കും നിങ്ങൾ ടെമ്പററി ആയിട്ട് ജോലി ചെയ്ത് അനുഭവം ഉണ്ടോ? അറിയില്ല. അനുഭവം ഉണ്ടോ? നിങ്ങളുടെ കൂട്ടുകാർ പെർമനന്റ് പോസ്റ്റിൽ ഇരിക്കുന്ന ഹോസ്പിറ്റലിൽ നിങ്ങൾ ടെമ്പററി ആയിട്ട് ജോലി ചെയ്യുന്ന ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. സഹിക്കാൻ പറ്റും? സഹിക്കാൻ പറ്റും? നിങ്ങളിത് കൂട്ടുകാർ പെർമനന്റ് ആയിട്ട് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ ടെമ്പററി. ആലോചിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഒരേ ബെഞ്ചിൽ പഠിച്ചതാണ്. ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. സഹിക്കാൻ പറ്റില്ല. സഹിക്കാൻ ആ ജോലി വേണ്ടതായിരിക്കും അല്ലേ? എനിക്ക് ആ ജോലി വേണ്ടാന്ന് ഒരു ഇട്ടിട്ട് പോലല്ലേ. എനിക്ക് ആ ടെമ്പററി ജോലി വേണ്ട. കാരണം എന്താ? ഞാൻ എന്നും കാണണം. അത് പെർമനന്റ് പോസ്റ്റ് ആണ്. ഞാൻ എന്താ ടെമ്പററി ആയിപ്പോയി. അത് വരാൻ പാടില്ല കേട്ടോ. അങ്ങനെ അവസ്ഥ ഒന്നും വരാൻ പാടില്ല. സോ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു പ്ലാസ്മ പ്രോട്ടീൻ ഫംഗ്ഷൻ എന്തൊക്കെയാ. നേരത്തെ പ്ലാസ്മ പ്രോട്ടീൻ പറഞ്ഞു ഫങ്ഷൻസ് പഠിക്കുക പറഞ്ഞില്ലേ? നേരത്തെ പ്ലാസ്മ പ്രോട്ടീൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഫങ്ഷൻസ് പഠിക്കുമെന്ന് പറഞ്ഞു. നോക്കാം എന്താ ഫങ്ഷൻസ് ഓഫ് പ്ലാസ്മ പ്രോട്ടീൻസ്. ഇനി പറയാൻ പോകുന്ന കാര്യം ഫങ്ഷൻസ് ഓഫ് പ്ലാസ്മ പ്രോട്ടീൻസ് ആണ് പറയാൻ പോകുന്നത്. എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ട്? ഫസ്റ്റ് ഫംഗ്ഷൻ, ഇറ്റ് പ്രൊവൈഡ്സ് ദ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ. എന്താണ് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്മ പ്രോട്ടീൻ എപ്പോഴും കൊളോയിഡൽ പ്രോട്ടീൻ നൽകുമെന്ന് പറയുന്നത് എന്തായിരിക്കും? എന്താണ് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ? എന്താണ് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞ എന്താ? ഫസ്റ്റ് ഫംഗ്ഷൻ ആണ്. എപ്പോഴും ചോദ്യം വരുന്ന കാര്യമാണ്. എന്തായിരിക്കും? ആർക്ക് പറയാം? ഇൻ ദ ബ്ലഡ് വെസലിനകത്ത് നിൽക്കാനുള്ള പ്രഷറാണോ? ഇൻ ദ ബ്ലഡ് വെസൽസിനകത്ത് നിൽക്കാനുള്ള പ്രഷറിനെ വിളിക്കുന്ന പേരെന്താ? കൊളോയിഡൽ ഓസ്മോട്ടിക്. സിമ്പിൾ കാര്യമാണ്. ഇൻ ദ ബ്ലഡ് വെസൽസിനകത്ത് നിൽക്കാനുള്ള പ്രഷറിനെ വിളിക്കുന്ന പേരെന്താ? വളരെ സിമ്പിൾ ഉത്തരവാണ്. നിങ്ങളുടെ നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ബ്ലഡ് വെസൽസിനകത്ത് നിൽക്കാനുള്ള പ്രഷറിനെ വിളിക്കുന്ന പേരെന്താ? ദ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ. പ്രീവിയസ് ഒരു ചോദ്യമായിരുന്നു. ഇൻ ദ ബ്ലഡ് വെസൽസിനകത്ത് നിൽക്കാനുള്ള പ്രഷറിനെ വിളിക്കാൻ പേരെന്താ? സിമ്പിൾ കാര്യമാണ്. നിങ്ങൾ ഈ പറയും ബ്ലഡിനകത്ത് എന്താണ് ഇതിന്റെ സോൾവൻസും സൊല്യൂട്ടും വാട്ടറും ഇലക്ട്രോലൈറ്റ്സും ഉണ്ടോ? ഇതിന്റെ ബ്ലഡിനകത്ത് സൊല്യൂട്ട്സും സോൾവൻസും ഉള്ള വാട്ടറും ഇലക്ട്രോലൈറ്റ്സും എല്ലാം ഉണ്ട്. ആ ബ്ലഡിന്റെ ബ്ലഡ് കോളത്തിനകത്ത് തന്നെ നിലനിൽക്കുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കാം? കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ. സിമ്പിൾ കാര്യ.
ദ ബ്ലഡ് ഈ പറഞ്ഞ വെസലിനകത്ത് തന്നെ നിൽക്കാൻ വേണ്ടി കൊടുക്കുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരെന്താ? പഠിച്ച് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ. അതൊരു ഫംഗ്ഷൻ, ഫസ്റ്റ് ഫംഗ്ഷൻ ആണത്. ഇത് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക, അത് ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് പ്ലാസ്മ പ്രോട്ടീന്റെ. സെക്കൻഡ് ഫംഗ്ഷൻ എന്തായിരിക്കും? സെക്കൻഡ് ഫംഗ്ഷൻ ആർക്ക് പറയാം? ഒന്നുകൂടെ ചോദിക്കട്ടെ. ഫസ്റ്റ് ഫംഗ്ഷൻ പറഞ്ഞില്ലേ, ഇന്ന് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ ഒരു ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്നത് എന്തായിരിക്കും? അതുകൊണ്ട് ഫസ്റ്റ് ഫംഗ്ഷൻ പറഞ്ഞു ദ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ എന്തിനു വേണ്ടിയാ മെയിൻറ്റെയിൻ ചെയ്തത്? എന്തിനു വേണ്ടിയാ? അവിടെ പിടിച്ചെടുത്ത കാരണം എന്താണ്? ഫങ്ഷൻസ് പറഞ്ഞപ്പോ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് ഇറ്റ് പ്രൊവൈഡ്സ് ദ കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ കൊടുക്കുമെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയാ? ചുമ്മാ ഒന്നുമല്ല. എന്തിനു വേണ്ടിയാ? അറിയാവോ? ഈ പറഞ്ഞ ബ്ലഡ് ഇല്ലേ, ഈ പറഞ്ഞ ബ്ലഡ് ഒരു വോളിയം ആവശ്യത്തിലധികം കൂടിയ പ്രശ്നമാകത്തില്ലേ? നിങ്ങളുടെ ബോഡിക്കകത്ത് ഈ പറഞ്ഞ ഇന്ന ബ്ലഡ് ആവശ്യത്തിലധികം കൂടിയ ഒരു പ്രശ്നമാവും. ആവും. അപ്പൊ എന്ത് ചെയ്യും? വാട്ടർ ആയാലും ബ്ലഡ് ആയാലും ആൽബുമിനായാലും അത് ഗ്ലോബലിനായാലും ആവശ്യത്തിൽ കൂടി എന്ത് ചെയ്യും? ഇവിടെ അതങ്ങ് കുറയോ? ആ പ്രഷർ കാരണം കുറയോ? ഈ പറഞ്ഞ ഓസ്മോട്ടിക് പ്രഷർ കുറയുമോ? ഈ ഒരു പ്രഷർ കാരണം ആവശ്യത്തിലധികം കൂടിക്കഴിഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തതെല്ലാം കുറയും. മറക്കരുത്. അവിടെ ഒരു ചോദ്യമുണ്ട്. നമ്മൾ എല്ലാവരും ഇത് ബ്ലഡിന്റെ ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ആൽബുമിനാണോ ഓർ ഗ്ലോബലിനാണോ ഓർ ഫൈബ്രിനോജനാണോ? പ്രീവിയസ് ചോദ്യമാണ്. இந்த ബ്ലഡിന്റെ ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് ആൽബുമിനാണോ ഓർ ഗ്ലോബലിനാണോ ഓർ ഫൈബ്രിനോജനായിരുന്നോ? എക്സാമിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആൽബുമിൻ അല്ലേ? പറയും. ഈ ആൽബുമിന്റെ ഈ പറഞ്ഞ എന്ത് നോർമൽ എത്രയാ? നോർമൽ ലെവൽ ഓഫ് ആൽബുമിൻ 3.5 വരെയാണോ? 3.5 വരെയാണ്. മറക്കരുത്. അത് mg/d ആണോ ഓർ എന്താണ്? ബാക്കി പറഞ്ഞേ. യൂണിറ്റ് എന്താ? ഓർ ഡെസിലിറ്റർ ആണോ? എത്തിക്കാ പറഞ്ഞേ. ഗ്രാം പെർ ഡെസിലിറ്റർ ആണോ? തെറ്റിക്കരുത്. വീണ്ടും പറഞ്ഞു തന്നെ ഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എന്ത് പഠിച്ചു? കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് ആരുടെ ഫംഗ്ഷന്? പ്ലാസ്മ പ്രോട്ടീന്റെ ഫംഗ്ഷൻ അല്ലേ? പ്ലാസ്മ പ്രോട്ടീന്റെ ഫംഗ്ഷൻ പറഞ്ഞപ്പോ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ത് പറഞ്ഞു? കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാ? അത് പ്ലാസ്മ പ്രോട്ടീനാണ്. അതേ പ്ലാസ്മ പ്രോട്ടീനകത്ത് ആരാണ് അത് ചെയ്തത്? ഫൈബ്രിനോജൻ ആണോ? ആൽബുമിൻ ആണോ? ഗ്ലോബുലിനാണോ? ആൽബുമിൻ. ഇനി ആൽബുമിന്റെ നോർമൽ വാല്യൂ എത്രയാ? വീണ്ടും ചോദിക്കുന്നു. നോർമൽ വാല്യൂ ഓഫ് ആൽബുമിൻ 3.5 തൊട്ട് 5 വരെ അല്ലേ? ഇങ്ങനെ പറഞ്ഞു പഠിക്കുമ്പോഴേ സ്പോട്ടിൽ പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഈ പറയുന്ന വാല്യൂസ് എല്ലാം മറന്നു പോകുകയല്ലേ? നമ്മൾ ഒരുപാട് വാല്യൂസ് പഠിക്കും. സോഡിയം പഠിക്കും, പൊട്ടാസ്യം പഠിക്കും, കാൽഷ്യം, ക്ലോറിൻ, എല്ലാ വാല്യൂസും പഠിക്കും. എല്ലാ വാല്യൂസും കൂടെ ഒരുമിച്ച് പഠിച്ചാൽ കൺഫ്യൂഷൻ ആയി പോകും. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു പഠിക്കുക. ഇപ്പൊ 3.5 തൊട്ട് 5 വരെ എന്ന് പറഞ്ഞാൽ കിട്ടുമല്ലോ ഉത്തരം? 3.5 മുതൽ 5 വരെ എന്ന് പറയാൻ കിട്ടുമല്ലോ? കിട്ടോ? 150 തൊട്ട് ഒരു 300 വരെ എന്ന് പറഞ്ഞ ആരായിരിക്കും? 150 തൊട്ട് 300 വരെ എന്ന് പറഞ്ഞ ആരായിരിക്കും? ഫൈബ്രിനോജൻ എന്റെ കൂടിയാണല്ലേ? ഫൈബ്രിനോജൻ അല്ലേ?
അപ്പൊ ഫസ്റ്റ് പ്ലാസ്മ പ്രോട്ടീൻ ഫംഗ്ഷൻ ആയിട്ട് പ്ലാസ്മ പ്രോട്ടീൻ ഫംഗ്ഷൻ പറഞ്ഞല്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ പറഞ്ഞു. സെക്കൻഡ് ഫംഗ്ഷൻ ആയിരിക്കും? ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് ഇത് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ അതിനകത്ത് സഹായിക്കുന്നു പറഞ്ഞു. ശരിയല്ലേ? ഇത് ബ്ലഡ് വെസൽസിനെ ബ്ലഡ് വെസൽ നിലനിർത്താൻ സഹായിക്കുമെന്ന് പറഞ്ഞു. സെക്കൻഡ് ഫംഗ്ഷൻ എന്താ? സെക്കൻഡ് ഫംഗ്ഷൻ എന്താ? இந்த വിസ്കോസിറ്റി ആണ്. വിസ്കോസിറ്റി സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് വരുന്ന കാര്യം വിസ്കോസിറ്റിയാണ്. പ്ലാസ്മ പ്രോട്ടീന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ പഠിച്ചെങ്കിൽ സെക്കൻഡ് ഫംഗ്ഷൻ വരുന്നത് വിസ്കോസിറ്റി. എന്ത് സംഭവം എന്തായിരിക്കും? എവിടെയോ കേൾക്കുന്ന വാക്കാണ്. എന്താ വിസ്കോസിറ്റി? ഇത് ബ്ലഡിന്റേതായ വിസ്കോസിറ്റി കൊടുക്കുന്ന ആരാ? ബ്ലഡിന്റേതായ വിസ്കോസിറ്റി കൊടുക്കുന്ന ആരാ? പ്ലാസ്മ പ്രോട്ടീൻസ് അല്ലേ? വിസ്കോസിറ്റി വാക്കിന്റെ അർത്ഥം എന്താ? പച്ച മലയാളം വാക്ക് എന്താ? അത് കട്ടിയായിരിക്കാൻ വേണ്ടിയല്ലേ? അല്ലേ? അത് കട്ടിയായിരിക്കും. ഇപ്പൊ കേൾക്കാമോ? അത് ഇടയ്ക്ക് എന്റെ കൈ തട്ടുന്ന കേട്ടോ. പറയുമ്പോഴേ എന്റെ കൈയെല്ലാം തട്ടുന്നുണ്ട്. എന്തുകൊണ്ട്? ഈ പറഞ്ഞ ബ്ലഡ് വിസ്കോസിറ്റി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അത് കട്ടിയായിരിക്കാൻ വേണ്ടിയില്ലേ? കട്ടിയായിരിക്കുക. എന്തായിരിക്കും ഇത്? കട്ടിയായിരിക്കുക എന്തിനു വേണ്ടിയാ? ബ്ലഡ് ഇത് കട്ടിയായി കഴിഞ്ഞാൽ ഗുണം എന്താ? ബ്ലഡ് അത് കട്ടിയായി ഇരുന്ന് കഴിഞ്ഞാൽ, വിസ്കോസ് ആയി ഇരുന്ന് കഴിഞ്ഞാൽ ഗുണം എന്താ? ആർക്ക് പറയാം? இந்த ബ്ലഡ് കട്ടിയായിരുന്നു കഴിഞ്ഞാൽ, വിസ്കോസ് ആയിരുന്നു കഴിഞ്ഞ ഗുണം എന്തായിരിക്കും? സാധാരണ നിങ്ങളുടെ ഇപ്പൊ വീട്ടിലുള്ള ഒരു പൈപ്പ് എടുക്കുക. ആ പൈപ്പ് എടുത്തിട്ട് അതിന്റെ ഏറ്റവും മുകളിൽ നിന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചെടുത്ത് സ്പീഡിൽ പോകും. വീട്ടിലുള്ള ഒരു പൈപ്പ് എടുത്ത ശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ ആ ഒഴിക്കുന്ന സ്ഥലത്ത് നിന്ന് വെള്ളം വളരെ വേഗം പോകുമല്ലോ. അതിന്റെ വിസ്കോസിറ്റി കൂടുതലാണ് കുറവാണോ? വിസ്കോസിറ്റി കൂടുതലാണ് കുറവാണോ? ഇല്ല. ഒട്ടും കട്ടിയില്ലല്ലേ? ഒട്ടും വിസ്കോസ് അല്ല, കട്ടിയില്ല. അപ്പോൾ ബ്ലഡ് വിസ്കോസ് ആയിരുന്നു കഴിഞ്ഞാൽ, കട്ടിയുള്ളതായിരുന്നു കഴിഞ്ഞാൽ ഗുണം എന്താ? അത് ഗ്രാവിറ്റി അനുസരിച്ച് ഏത് അറ്റത്ത് ഓടിപ്പോവില്ലല്ലേ? ബ്ലഡ് അങ്ങനെ ഓടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ സബ്സ്റ്റൻസുകൾ ഒന്നും കിട്ടത്തില്ല. ന്യൂട്രീഷൻ കിട്ടത്തില്ല, ടിഷ്യൂവിന് ആവശ്യമായ ന്യൂട്രീഷൻ കിട്ടത്തില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നം വരുമല്ലേ? അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മറികടക്കാൻ വേണ്ടിയാണ് ഇന്ന് ബ്ലഡ് ഒരു വിസ്കസ് ആയി കാണുന്നത്. ശരിയല്ലേ? ശരി. സ്കൂളിൽ പറയുമ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടികൾ പറയുക, ഒരു പൈപ്പ് എടുക്കുക, പൈപ്പിന്റെ അങ്ങേയറ്റത്ത് നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ചെറിയ സ്പീഡിൽ പോകും. അതേസമയം ഇതിന്റെ ബ്ലഡ് ഒഴിച്ചു കഴിഞ്ഞാൽ ആ സ്പീഡിൽ പോകാത്ത കാരണം ആ ബ്ലഡ് കട്ടിയായത് കൊണ്ടാണ്, വിസ്കോസിറ്റി ഉള്ളത് കൊണ്ടാണ്. അത് കൊടുക്കുന്ന ആരായിരിക്കും? അപ്പൊ പ്ലാസ്മ പ്രോട്ടീൻ അല്ലേ? ആ വിസ്കസ് എന്ന സംഭവം, ആ കട്ടിയായി ഇരിക്കാനുള്ള സംഭവം കൊടുക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻസ് ആണ്. ക്ലിയർ ആയി? സ്കൂളിൽ പഠിപ്പിക്കാൻ പോയാൽ മതി കേട്ടോ. 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 5 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലായത്. ഞാൻ നിങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നത്. വേറെ എവിടെയും പോയാലേ ഈ പറഞ്ഞ പൈപ്പ് എടുക്കാനും വെള്ളം ഒഴിക്കാനും